ഹലോ. ഹലോ. വന്നിട്ടുണ്ട്, തുടങ്ങാമല്ലോ അല്ലേ? ഹലോ, അപ്പോൾ തുടങ്ങുകയാണ്. കേൾക്കുന്നില്ലെങ്കിൽ പറയണം. ഹലോ, തുടങ്ങുന്നുണ്ട്. കേൾക്കുന്നില്ലെങ്കിൽ പറയണം. കേൾക്കുന്നുണ്ടെങ്കിൽ. ശരി, തുടങ്ങുകയാണ്. ബാലസംഘം കൂട്ടുകാർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. കേന്ദ്ര സർക്കാർ ഈ അടുത്ത ദിവസങ്ങളിലായി ഒരു പുതിയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരവതരണമാണ് ഞാനിവിടെ നടത്തുക. അതിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ മറുപടി പറയാൻ ശ്രമിക്കാം. നമുക്കൊക്കെ അറിയുന്ന പോലെ 138ഓളം കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ 138 കോടി ജനങ്ങളിൽ ഒരു വലിയൊരു ഭാഗം യുവാക്കളാണ്. അതിൽ തന്നെ 30-ലധികം കോടി പേർ കുട്ടികളാണ്. ഇത്രയധികം പേരുടെ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ചൈനയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം കുട്ടികളെ, പുതിയ തലമുറയെ വിദ്യാഭ്യാസം നൽകേണ്ടുന്ന ചുമതല എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർക്കാണ്. ഇതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ഇതിനകം നടന്നിട്ടുണ്ട്. ഞാനിവിടെ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ ഒന്ന് അവലോകനം ചെയ്യേണ്ടതും എൻ്റെ ഒരു ആവശ്യമാണ്. 1950-ലാണ് നമുക്കൊരു ഭരണഘടന ഉണ്ടായത്. ഈ ഭരണഘടന അതിൽ നിർദ്ദേശിച്ചിരുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നായിരുന്നു. എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നായിരുന്നു.
അന്ന് ഭരണഘടന എഴുതിയവർ നിർദ്ദേശിച്ചത് 10 വർഷത്തിനകം ഇത് നൽകണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം. അത് നമുക്കൊക്കെ അറിയാം, 10 വർഷം കൊണ്ട് അത് നടന്നില്ല. എങ്കിലും 1966 ഇന്ത്യ ഗവൺമെന്റിന് സമർപ്പിച്ച ഡോക്ടർ DS കൊത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിലും 1968 അംഗീകരിച്ച വിദ്യാഭ്യാസ നയത്തിൽ, അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ്, ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ആയിരുന്നു അത്, അവർ അംഗീകരിച്ച വിദ്യാഭ്യാസ നയത്തിലും അതിവേഗം, അതായത് 20ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിന് മുമ്പായിട്ട് തന്നെ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടായി. പക്ഷെ അങ്ങനെ സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞ ഏക സംസ്ഥാനം അത് കേരളമായി. ചില നഗരപ്രദേശങ്ങളുണ്ട്, ഉദാഹരണത്തിന് ഡൽഹിയെ പോലെയുള്ള നഗരപ്രദേശങ്ങളുണ്ട്, അവയെ ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ബാക്കി ഒരു സംസ്ഥാനത്തിലും ഈ തരത്തിലുള്ള ഒരു പൊതുവിദ്യാഭ്യാസം ഉണ്ടായില്ല. 1986 വീണ്ടും വിദ്യാഭ്യാസം എല്ലാവർക്കും എന്ന് പറയുന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. ഈ വിദ്യാഭ്യാസം എല്ലാവർക്കും എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ട് എത്തുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകണമെന്നായിരുന്നു നിർദ്ദേശം. അതും നമുക്ക് സാധിച്ചു. 2009 കേന്ദ്ര ഗവൺമെന്റ് ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കി. ഇന്ന് കോൺഗ്രസിന്റെ നേതാവും പ്രമുഖ അഭിഭാഷകനും ഒക്കെ ആയിട്ടുള്ള കപിൽ സിബൽ, അദ്ദേഹം മനുഷ്യവിഭവ ശേഷി വകുപ്പിന്റെ തലവനായിരിക്കുമ്പോഴാണ് ഇത് പാസാക്കിയത്. വളരെയധികം ശ്രമം നടത്തി, ഒരുപാട് ചർച്ച നടത്തി പാസാക്കിയ ഒരു നിയമമായിരുന്നു അത്. ആ നിയമം അനുസരിച്ച്, ഒന്ന്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളുടെ അവകാശമാണ് എന്ന് ആ നിയമം അംഗീകരിച്ചു. 2, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ സാർവത്രികമായ വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ഒരു പൊതു ആയിട്ടുള്ള നിയമമായിരുന്നു ഉണ്ടായത്. ഈ നിയമത്തിൽ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായി. ഒരു കാര്യം, നിയമം നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നുവെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം, അതായത് നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകളെ, നഗരപാലികകൾ, അവരെ ഏൽപ്പിച്ചു. രണ്ടാമത്, ആദ്യമായിട്ട് കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ അതിൻ്റെ അകത്തുണ്ടാക്കുകയും, ഈ കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായി പഠിക്കാനുള്ള അവകാശം മാത്രമല്ല, സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾക്കുള്ള അവകാശം, കളിക്കാനുള്ള അവകാശം, സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള അവകാശം, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമമാണ് പാസാക്കിയത്. ചില പരിമിതികൾ അതിനുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പൊതുവിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും പൊതുവിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന ഒരു സങ്കല്പം അതിൻ്റെ അകത്തുണ്ടായിരുന്നില്ല. അതിനു പകരം പൊതുവിദ്യാഭ്യാസത്തിൽ സർക്കാർ സ്കൂളുകളും സ്വകാര്യ സ്കൂളുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് ആവിഷ്കരിച്ചത്. എങ്കിലും 6 മുതൽ 14 വരെ വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തപ്പെട്ടു എന്ന് മാത്രമല്ല,
ഈ 8 വർഷത്തേക്ക് കുട്ടികൾ സ്കൂളിലുണ്ടാവുമെന്ന് ഉറപ്പുവരുത്തി. എന്ന് പറഞ്ഞാൽ ബാലവേല നിരോധിക്കപ്പെട്ടൊരു ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ 8 വർഷത്തേക്ക് 6 വയസ്സിലേക്ക് കയറി വരുന്ന കുട്ടിക്ക് 8 വർഷം കഴിയുന്നത് വരെ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തോൽവിയോ ഡിറ്റൻഷനോ മറ്റേതെങ്കിലും രൂപത്തിൽ അവരെ പുറന്തള്ളുന്ന ഒരു രീതി ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് പരീക്ഷകൾ തുടങ്ങിയവ കാര്യങ്ങളിലൊക്കെ തന്നെ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഷിക പരീക്ഷകൾ, നമ്മൾ സാധാരണ പറയാറുള്ള വാർഷിക പരീക്ഷകൾ പഴയപടി ഉണ്ടാവില്ല. പരീക്ഷകളാവാം, പക്ഷെ അത് സ്കൂൾ നടത്തുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള. 8 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 8 വർഷം എന്ന് പറയുന്നതിന് ശേഷം അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റിന് ശേഷമാണ് ഇത് നടപ്പിലാക്കുക. ഇത് അവരെ പറഞ്ഞയക്കും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് 2020 വിദ്യാഭ്യാസ നയം വരുന്നത്. 2020 വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നതിൻ്റെ ഒരു 2-3 പശ്ചാത്തലങ്ങളുണ്ട്. ഒരു പശ്ചാത്തലം ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ച പോലെ പാർലമെന്റ് ചർച്ച ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകൾ ചർച്ച ചെയ്തിട്ടില്ല, സംസ്ഥാന ഗവൺമെന്റുകളുമായി ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ തന്നെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് അവസാനം വരെ നമ്മൾ അതിനു പകരം വിദ്യാഭ്യാസ രംഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 8 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഈ പറയുന്ന സാധനം ഒഴിവാക്കാൻ വേണ്ടി അപ്പോഴൊക്കെയാണ് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, പലതരത്തിലുള്ള കൃത്യമായ സമ്മർദ്ദങ്ങൾ നമ്മളുടെ ഭരണകൂടത്തിൻ്റെ മേൽ വളർന്നു വരും. അതിലൊന്ന് ഇന്നത്തെ മോദി സർക്കാരിൻ്റെ സ്വഭാവം തന്നെ. മോദി സർക്കാർ നമുക്കൊക്കെ അറിയുന്ന പോലെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവമുള്ളൊരു സർക്കാരല്ല. അതൊരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ വക്താക്കളായിട്ട്, അതായത് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് മതാധിഷ്ഠിതമായൊരു സമൂഹമായി കാണുകയും അതൊരു ഹൈന്ദവ സമൂഹമായി കാണുകയും ചെയ്യുന്ന, അത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ, ഒരു വിഭാഗം രാഷ്ട്രീയക്കാരുടെ പാർട്ടിയാണ് BJP. അവരുടെ സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അവര് ഏതാണ്ട് കഴിഞ്ഞൊരു 40-45 വർഷമായി തുടർച്ചയായി വിദ്യാഭ്യാസത്തെ ഉടച്ചു വാർക്കണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. 1960കളിൽ തന്നെ അവർ പറഞ്ഞത് 1960കളിലെ ദേശീയ ഉദ്ഗ്രഥന കൗൺസിൽ, അതിൻ്റെ അധ്യക്ഷ അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു. അതിൽ വാജ്പേയിയുടെ ഒരു പ്രസംഗമുണ്ട്. ഈ വാജ്പേയിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് വേണ്ട പുതിയ തലമുറ എന്ന് പറയുന്നത് അതിൻ്റെ അടിത്തറ മതസാമുദായിക ബോധമുള്ള തലമുറയാണ്. നമ്മൾ ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്, അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. നമ്മളെന്ന് ദേശാഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പാരമ്പര്യത്തിലുള്ള ഇവിടുത്തെ മതബോധത്തിൻ്റെ, സാമുദായിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നമുക്കിവിടെ ആവശ്യം. അല്ലാതെ സായിപ്പ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ പദ്ധതി നമുക്കിവിടെ ആവശ്യമില്ല. പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലും മറ്റുമൊക്കെയുള്ള വിദ്യാഭ്യാസ പദ്ധതി നമുക്കിവിടെ ആവശ്യമില്ല. അങ്ങനെ 60കളിൽ തന്നെ വാജ്പേയി പറഞ്ഞു വെച്ച കാര്യം പിന്നീട് തുടർച്ചയായിട്ട് അവർ പ്രത്യേകിച്ച് കരിക്കുലം സിലബസ് പോലെയുള്ള സംഗതികളിൽ മതനിരപേക്ഷമായ നിലപാടുകൾ എപ്പോഴൊക്കെ എടുക്കുന്നുണ്ടോ ആ നിലപാടുകളൊക്കെ അവർ ശക്തമായിട്ട് എതിർത്ത് പോകുന്നുണ്ട്.
1977-78 കാലഘട്ടത്തിൽ ജനതാ പാർട്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് നിലവിലിരുന്ന 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് ചരിത്ര പാഠപുസ്തകങ്ങളിൽ വന്ന മതനിരപേക്ഷ സ്വഭാവമുള്ള കാഴ്ചപ്പാടുകൾ, പ്രത്യേകിച്ച് വളരെ പ്രശസ്തരായ ബിപിൻ ചന്ദ്ര, റോമിള താപ്പർ, സതീഷ് ചന്ദ്ര തുടങ്ങിയ RS ശർമ്മ തുടങ്ങിയ വളരെ പ്രശസ്തരായ ചരിത്രകാരന്മാരുടെ അവരുടെ എല്ലാം രചനകളെ അത് പാഠപുസ്തകങ്ങളായി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ രചനകളെ മുഴുവനും അവരെതിർക്കുകയും അത്തരത്തിലുള്ള പാഠപുസ്തകങ്ങളെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും എന്നിട്ട് അതിന് പകരം അവർ പറയുന്ന രീതിയിലുള്ള ഹൈന്ദവ സംസ്കൃതിയുടേതായ പാഠപുസ്തകങ്ങൾ വേണമെന്ന് അവർ നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1999 വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2004 അവർ ഒരു ദേശീയ കരിക്കുലം പ്രഖ്യാപിച്ചു. അതനുസരിച്ച് പാഠപുസ്തകങ്ങൾ അവർ എഴുതിയുണ്ടാക്കി. ആ പാഠപുസ്തകങ്ങളിൽ വളരെ പരസ്യമായിട്ട് തന്നെ ഹൈന്ദവ സംസ്കൃതിയുടെ എന്നുള്ള പേരിൽ വളരെ അശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജ്യോതിഷം പഠിപ്പിക്കണം, വേദങ്ങളിലെ കർമ്മകാണ്ഡം പഠിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വളരെ അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങൾ അവർ സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്ന് വാശി പിടിക്കുകയും, എന്ന് മാത്രമല്ല ഇന്ത്യാ ചരിത്രം എന്ന് പറയുന്നത് തന്നെ വളരെ അബദ്ധമായ മറ്റൊരു സംഗതി. ഇന്ത്യാ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ആര്യന്മാരാണ് ഇന്ത്യൻ സംസ്കാരത്തെ സൃഷ്ടിച്ചത്. ഹരപ്പൻ സംസ്കാരം വരെ ആര്യന്മാരുടേതാണ് എന്നും മറ്റൊക്കെയുള്ള അബദ്ധങ്ങൾ അവര് പാഠപുസ്തകങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായിട്ട് 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ ദീനനാഥ് ബത്ര എന്ന് പറയുന്ന ഒരു RSSകാരൻ, അയാളുടെ ശിക്ഷാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ ശിക്ഷാ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും സെക്കുലറിസ്റ്റുകളിൽ നിന്നും വിദ്യാഭ്യാസത്തെ മോചിപ്പിക്കും. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുറെ സുഹൃത്തുക്കൾ കൂടിയിട്ട് ഗവൺമെന്റിനൊരു നിർദ്ദേശം സമർപ്പിക്കുകയും അതനുസരിച്ച് ഇന്ത്യയിലുള്ള പാഠപുസ്തകങ്ങൾ മുഴുവൻ മാറ്റിയെഴുതണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ആ മാറ്റിയെഴുതണമെന്നുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായി അന്നത്തെ രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ് എന്നീ സർക്കാരുകൾ, അന്ന് രാജസ്ഥാൻ ഭരിച്ചിരുന്നത് BJP ആയിരുന്നു. ഈ സർക്കാരുകൾ അവരവരുടെ പാഠഭാഗങ്ങളിൽ അവരവർക്ക് തോന്നിയ രീതിയിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹ്യശാസ്ത്രം, ചരിത്രം, പൗരധർമ്മം, പൊളിറ്റിക്കൽ സയൻസ് മുതലായ പാഠപുസ്തകങ്ങളിലും കുറേയൊക്കെ ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ അവർക്ക് തോന്നിയ രീതിയിലുള്ള മാറ്റങ്ങൾ അവർ വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ നയപരിഷ്കാരം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയി. സ്മൃതി ഇറാനി അവര് മാനവ വിഭവശേഷി വകുപ്പിന്റെ മന്ത്രിയായിരുന്നപ്പോൾ അവരാണ്, അല്ലെങ്കിൽ അവരുടെ സമയത്താണ്, മോദിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും അവരുടെ പേരിലാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് നീങ്ങി. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. അതിൽ UPA സർക്കാർ തുടങ്ങിയിട്ടുള്ളവരും അതിൽ പങ്കാളികൾ. കാരണം കുറെ കാലമായി, പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നവലിബറൽ പരിഷ്കാരങ്ങൾ എന്നുള്ള പേരിൽ നടക്കുന്ന പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനമായി കണ്ടിരുന്നൊരു സംഗതി വിദ്യാഭ്യാസത്തിൽ വരുത്തുന്ന മാറ്റം. അതിനെക്കുറിച്ച് ഒട്ടനവധി ചർച്ചകൾ നടന്നിരുന്നു. ലോകബാങ്ക് പോലെയുള്ള സംഘടനകളുടെ ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു പ്രത്യേക രേഖകൾ ഇറക്കി.
പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ തുടങ്ങിയ രേഖകൾ ഇറക്കി. ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് വേറൊരു രേഖ അവരിറക്കി. ഇതുകൂടാതെ മറ്റു പലരും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും മറ്റേ ബിർള അംബാനി റിപ്പോർട്ട് എന്നുള്ള പേരിലൊരു റിപ്പോർട്ട് ചില വ്യവസായികൾ കൂടി ചേർന്ന് അവരെ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നീട് UPA കോൺഗ്രസ് സർക്കാർ നിലവിൽ വന്നപ്പോൾ അവര് ഒരു ദേശീയ നോളജ് കമ്മീഷനെ നിയമിക്കുകയും ആ നോളജ് കമ്മീഷൻ അവർ വലിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന പല നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഏറ്റവും പ്രധാനമായി സർവകലാശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ പ്രാതിനിധ്യം കൊടുക്കുക, സ്കൂളുകളിൽ വളരെ വ്യാപകമായി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തുക. ആ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പരമാവധി സ്കൂളുകൾ എന്ന് പറയുന്നത് കേന്ദ്ര തലത്തിലുള്ള CBSE പോലെയുള്ള സ്കൂളുകൾ പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരിക, സ്കൂളിൽ തൊഴിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും അവർ നൽകി. ഈ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിലും ഗവൺമെന്റ് അതിനെക്കുറിച്ച് അന്ന് പ്രത്യേകിച്ചൊന്നും മുന്നോട്ട് പോകാനായിട്ട് അവരെ കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷേ മോദി സർക്കാർ വന്നപ്പോൾ മോദി സർക്കാർ അപ്പോൾ തന്നെ അവര് ഹൈന്ദവ തലത്തിലുള്ള ഒരു പാഠ്യപദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിവിധ തരത്തിലുള്ള ആളുകളുമായി ചർച്ച നടത്താനായിട്ട് ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 റിപ്പോർട്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് നൽകപ്പെട്ടത്. ഒന്ന് TSR സുബ്രഹ്മണ്യം കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ട്, പിന്നീട് കസ്തൂരിരംഗൻ കമ്മിറ്റി എന്ന് പറയുന്ന മറ്റൊരു റിപ്പോർട്ട്. ഈ 2 റിപ്പോർട്ടുകൾ നൽകപ്പെട്ടു. അതിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട്, കസ്തൂരിരംഗൻ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനൊന്നുമല്ല, അയാൾ ഇവിടുത്തെ ISROയിലെ ചെയർമാൻ ആയിരുന്ന ആളാണ്. പക്ഷെ അങ്ങനെ ഒരു ഇവർക്കൊക്കെ സ്വീകാര്യനായ ഒരു ബ്യൂറോക്രാറ്റാണ്, അത്രമാത്രമേ. ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു സൗകര്യം എന്ന് പറയുന്നത്, അഥവാ അതിൻ്റെ ഒരു ഗുണമായി കണ്ടത്, ഈ റിപ്പോർട്ടിൽ എന്താണോ നമ്മളെ കോർപ്പറേറ്റുകൾ ആവശ്യപ്പെട്ടത് അതിൻ്റെ ഈ റിപ്പോർട്ടിലുണ്ടായി. കോർപ്പറേറ്റുകൾ ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം? നാട്ടുകാർ മുഴുവൻ വിദ്യാഭ്യാസം നേടണമെന്നുള്ള അവരുടെ ആഗ്രഹമായിരിക്കാം. പക്ഷേ അതിനോടൊപ്പം തന്നെ അവർക്ക് വിദ്യാഭ്യാസത്തിന് അവരുടേതായ ചില നിർവചനങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനം എന്ന് പറയുന്നത്, ഒന്ന്, വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് സ്വീകാര്യമായിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു കോർപ്പറേറ്റ് മാർക്കറ്റിന് പറ്റുന്ന രീതിയിൽ, കമ്പോളത്തിന് പറ്റുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു പരസ്യം കാണുന്നു, TV-യിലൊരു പരസ്യം കാണുന്നു, പരസ്യത്തിലൂടെ സോപ്പ് വിറ്റഴിക്കുന്നു. ഞാനിവിടെ ഒരു പക്ഷേ നാട്ടിലുള്ള ആൾക്കാർ സോപ്പല്ല ഉപയോഗിക്കുന്നത്, അവർ ചിലപ്പോൾ കുളിക്കാറേ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ സോപ്പ് തേച്ച് കുളിക്കണമെന്നുള്ളൊരു സംഗതി അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ സോപ്പ് വിൽക്കാനും കഴിയും എന്നുള്ളൊരു സൗകര്യം. പല്ല് തേക്കുക എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അതുകൊണ്ട് കോൾഗേറ്റ് പേസ്റ്റ് വിൽക്കുമെന്നുള്ള സൗകര്യം. ഇങ്ങനെ ഇത്തരത്തിലുള്ള, അതായത് ഒരു മാർക്കറ്റ് എക്കോണമിയുടെ ആവശ്യങ്ങൾക്ക് അനുരൂപമായ രീതിയിൽ ജനങ്ങളെ മാറ്റിയെടുക്കുക. അതിനുവേണ്ടി എഴുതാനും വായിക്കാനും പഠിക്കണം, അത്യാവശ്യം കുറെ കാര്യങ്ങൾ പഠിക്കണം. പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അതാണ്. രണ്ടാമത്തത്, ഇവർക്ക് ആവശ്യമായ രീതിയിലുള്ള തൊഴിലാളികളുണ്ടാവും. ആ തൊഴിലാളികൾ ഉണ്ടാവണമെങ്കിൽ എഴുത്തും വായനയും പഠിക്കണം. പഴയ കൃഷിക്കാരെ കൊണ്ട്, നാട്ടിൻപുറത്തെ കൃഷിക്കാരെ കൊണ്ട് കാര്യമില്ല. അവരെഴുത്തും വായനയും അറിയില്ലെങ്കിൽ അവർക്കൊരു സാമാന്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കൃഷി ചെയ്തു. പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഇവർക്ക് വേണ്ട ഒരു തൊഴിൽ സേന, അതിന് എഴുത്തും വായനയും അറിയിക്കണം, കണക്കൂട്ടാൻ അറിഞ്ഞിരിക്കണം, പൊതുവായിട്ടുള്ള ഒരു പരിസ്ഥിതി ബോധം ഉണ്ടാവണം. അതെല്ലാം കൂടാതെ
ഇനി അഥവാ അവർക്ക് വിദ്യാഭ്യാസത്തിൽ മെച്ചപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് ഒരു തൊഴിലാളിയായിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തത്, ഇവർക്ക് ആവശ്യമുള്ള വിദഗ്ധ തൊഴിലാളികൾ, മാനേജർമാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, ബ്യൂറോക്രാറ്റുകൾ, IT മുതലായ മേഖലയിലുള്ള വിദഗ്ധർ. അങ്ങനെ ഇന്നത്തെ ഒരു മൂലധന ചക്രം, ഇന്നത്തെ ഒരു എക്കോണമി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന ആൾക്കാർ ഇവർക്ക്. അപ്പൊ അതിനാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പൊതു കാഴ്ചപ്പാടിനനുസരിച്ചുള്ള വിദ്യാഭ്യാസമില്ല. അത് ജനാധിപത്യപരമാകണമെന്നോ മതനിരപേക്ഷമാകണമെന്നോ സാമൂഹ്യബോധം എന്ന് പറയുന്നത് ഉണ്ടാവണമെന്നോ ദേശീയബോധം പോലും ഉണ്ടാവണമെന്നോ. ഞാൻ പറയുന്നത് ദേശീയബോധം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ഒരു ഇന്ത്യൻനെസ് എന്ന് പറയാം, ഞാൻ പിന്നീട് വരാം, ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവർ ദേശീയബോധത്തിൽ നിർവചിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻനെസ് ആണ്, നാഷണലിസം അല്ല. നാഷണലിസം എന്ന് പറയുന്ന വാക്കല്ല അവർ ഉപയോഗിക്കുന്ന വാക്ക് ഇന്ത്യൻനെസ് അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ദേശീയബോധം ഹിന്ദു ദേശീയത, ആ ദേശീയബോധം ഉണ്ടായാൽ മതി. ഇപ്പൊ ഹിന്ദു ദേശീയതയനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മുസ്ലിം വിരോധം ഉണ്ടാവും, ആണല്ലോ. RSSകാരന് മുസ്ലിം വിരോധം ഉണ്ടാകുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ ദേശീയതയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മൊത്തം ഒരു ടോൺ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടനുസരിച്ച് കൊണ്ടുള്ള മുതലാളിത്തത്തിന് അനുരൂപമായ തൊഴിൽ വൈദഗ്ധ്യവും ഹൈന്ദവ സമൂഹ നിർമ്മിതിക്ക് പറ്റുന്ന രീതിയിലുള്ള മൂല്യബോധവും, സ്വാഭാവികമായിട്ട് ആ മൂല്യബോധത്തിൽ ന്യൂനപക്ഷങ്ങൾ അതിൻ്റെ ഭാഗമാവില്ല, ദളിതർ അതിൻ്റെ ഭാഗമാവില്ല, സമൂഹത്തിൽ അധസ്ഥിതർ അതിൻ്റെ ഭാഗമാവില്ല. അതൊരു സവർണ സ്വഭാവമുള്ളൊരു മൂല്യബോധം. ആ മൂല്യബോധവും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് ഇവർ ലക്ഷ്യമാക്കിയത്. അപ്പൊ അതിന് തക്ക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പാർലമെന്റ് ചർച്ച ചെയ്യാൻ നിർത്തിയില്ല. പാർലമെന്റിൽ ഇവരാണ് മെജോറിറ്റി, സംശയമില്ല. പക്ഷെ 4 ആള് ചോദ്യം ചെയ്യുമല്ലോ. പ്രത്യേകിച്ചത് സംസ്ഥാനങ്ങളിൽ, കേരളം പോലെയുള്ള സംസ്ഥാനത്തിൽ ആ കൂടിയ രാജഗോപാൽ മാത്രമാണ് ഒരു MLA ആയിട്ടും. മറ്റുള്ളവർക്ക് കോൺഗ്രസ്സുകാരെന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും അവർക്ക് ഇതിനെ എതിർക്കേണ്ടി വരുമല്ലോ. വേറൊന്നുമില്ലെങ്കിലും BJP സർക്കാർ കൊണ്ടുവന്നതായതുകൊണ്ട് അതിനുവേണ്ടി വോട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് വലിയൊരു എതിർപ്പില്ലാതെ സംഗതി നടത്തിക്കൊണ്ടുപോകും. അതിന് ഏറ്റവും നല്ല പരിപാടി ഇത് ഗവൺമെന്റ് ഓർഡർ ആക്കുക. അതാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഗവൺമെന്റ് ഓർഡർ ആക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസം 1976 വരെ വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങളായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ മുഴുവനും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യേണ്ടി വന്നിരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ആ കൂടിയുള്ള ഏർപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കോർഡിനേഷൻ മാത്രമായിരുന്നു. ബാക്കി എല്ലാം സംസ്ഥാനങ്ങളായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കേരളത്തിലുള്ള വലിയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ച മുഴുവനും ഉണ്ടായത് യഥാർത്ഥത്തിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്നുകൊണ്ട് കേരളത്തിൽ ഉദാഹരണത്തിന് വലിയ തോതിൽ സാധ്യതകൾ അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവാക്കാൻ കഴിഞ്ഞിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കരിക്കുല നിർമ്മാണം നടന്നിരുന്നു. ഇവിടുത്തെ സർവകലാശാലകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. അത് മുഴുവനും സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്നു.
76 അത് മാറി കൺകറന്റ് ലിസ്റ്റിൽ. പക്ഷെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്രവും സംസ്ഥാനത്തിനും ഒരുപോലെ പങ്കുള്ള ഒരു പ്രവർത്തന മേഖലയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര തലത്തിലുള്ള ഒരു ഗവൺമെന്റ് ഓർഡർ മാത്രം പോരാ. അതിനു പകരം സംസ്ഥാന ഗവൺമെന്റുകളുടെ കൺകറൻസോടുകൂടി, അവരുടെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒന്നായിരിക്കും. അങ്ങനെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാൽ എന്ന് മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾ തീരുമാനിച്ച് നടപ്പിലാക്കാൻ കഴിയൂ. അവിടെ ആ ഒരു അടിസ്ഥാന തത്വം ഈ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നോട് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിനോടൊപ്പം തന്നെ മറ്റൊന്നും കൂടി, ഫെഡറൽ തത്വം എന്ന് പറയുന്നൊരു കാര്യം. ഫെഡറൽ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ്. എന്തുകൊണ്ട്? ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ സംസ്ഥാനങ്ങൾക്ക് സവിശേഷ അധികാരങ്ങളുണ്ട് പലതും. ഇപ്പം നമ്മൾ ഈ കാശ്മീരിനെ കുറിച്ചൊക്കെ കണ്ടു, അതിൻ്റെ സവിശേഷ പദവിയെക്കുറിച്ച് അത് എടുത്തു കളഞ്ഞിരിക്കുക. മറ്റു പല സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെയുള്ള സവിശേഷ പദവി, പലതരത്തിലുള്ള പദവികളുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ചെലവാക്കേണ്ടുന്ന ഫണ്ട്, സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ്. ഇവിടെ ഉദാഹരണത്തിന് പാഠപുസ്തകങ്ങൾ ഇറക്കുക, പരീക്ഷകൾ നടത്തുകയൊക്കെ സംസ്ഥാനങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഫെഡറൽ തത്വം അനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാനുള്ള ബാധ്യത ഇവിടെയുണ്ട്. എന്നാൽ ഫെഡറൽ തത്വം അനുസരിച്ച് തന്നെ ഒരു അതുകൊണ്ടാണ് ഈ NCERT എന്ന് പറയുന്ന സ്ഥാപനം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കുകൾ ഉണ്ടായിരുന്നു. നാഷണൽ ദേശീയ കരിക്കുലം ചട്ടക്കൂട്. അവരൊരിക്കലും സിലബസ് ഉണ്ടാക്കിയിരുന്നില്ല. സിലബസ് ഉണ്ടാക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്, പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്, പരീക്ഷ നടത്തുന്നതും പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്. എന്നാൽ പുതിയ വിദ്യാഭ്യാസ പദ്ധതി വന്ന മാറ്റം ഇതൊക്കെ എടുത്തു കളഞ്ഞിരിക്കുന്നു. ചെറിയ തോതിലെ മാറ്റം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമുക്കൊക്കെ അറിയാം, CBSE സ്കൂൾ സംസ്ഥാന ഗവൺമെന്റിന് ഒരു NOC കൊടുത്തു കഴിഞ്ഞാൽ CBSE സ്കൂൾ അനുവദിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ NOC തന്നെ വേണ്ടെന്നായി. നേരിട്ട് കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുക്കും. ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അനുവാദത്തിന് ഒരു കടലാസ് വാങ്ങിക്കൊണ്ടുവരാൻ മാത്രം പറയും. അത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിയും. അങ്ങനെയായിത്തീർന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് മറ്റേ പഴയ ഗവൺമെന്റുകളുടെ കാലത്ത് തന്നെ ഇതിനെ മറികടക്കാൻ തുടങ്ങിയിരുന്നുള്ള. ഇപ്പോൾ AICT പോലുള്ള സ്ഥാപനം, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, അതൊക്കെ കേന്ദ്ര ഗവൺമെന്റാണ് അനുവദിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയും. അപ്പം അടുത്ത കാലത്ത് കുറച്ച് ഓട്ടോണമസ് കോളേജുകൾ അനുവദിച്ചു. ഓട്ടോണമസ് കോളേജ് ആരനുവദിച്ചു? അത് കേന്ദ്ര ഗവൺമെന്റാണ്, UGC ആണ് അനുവദിക്കുന്നത്. അപ്പോൾ UGC അനുവദിക്കുമ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അവസാനത്തെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. വേറെ വഴിയൊന്നുമില്ല. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇനി അഥവാ ഇക്കാര്യം കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി എപ്പോഴും തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ പിന്തുണയ്ക്കും, സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടിനെ പിന്തുണയ്ക്കും. അതിന് കൃത്യമായിട്ടുള്ള തെളിവ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ LDF ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ സ്വാശ്രയ വിദ്യാഭ്യാസ നിയമത്തിൽ കണ്ടത്. സ്വാശ്രയ വിദ്യാഭ്യാസ നിയമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്ത് നിലപാടെടുത്തോ ആ വിദ്യാഭ്യാസ നിയമത്തെക്കുറിച്ച് അതാണ് കോടതിയുടെ നിലപാടായി മാറി. അല്ലാതെ കേരള ഗവൺമെന്റിന്റെ വിശദീകരണങ്ങളൊന്നും കോടതി അംഗീകരിച്ചില്ല. കേന്ദ്ര ഗവൺമെന്റ് എന്ത് പറഞ്ഞു അത് കോടതി അംഗീകരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ സ്വാശ്രയ വിദ്യാഭ്യാസ നിയമം ഇങ്ങനെയൊക്കെ മാറ്റണമെന്നുള്ളതാണ്. അതൊരു മാറ്റി. അപ്പം അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഫെഡറൽ തത്വം നേരത്തെ തന്നെ ഇല്ല. അത് പതുക്കെ ചോർന്നു പോയി തുടങ്ങി. പക്ഷെ ഇപ്രാവശ്യം ചെയ്തത് ഇത് പൂർണ്ണമായില്ലാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ്, പാഠ്യപദ്ധതി, പരീക്ഷാ നടത്തിപ്പ്, ഞാൻ പറയുന്നത് സ്കൂളുകളെ കുറിച്ചാണ്. സിലബസ്, പാഠ്യപദ്ധതി, പരീക്ഷാ നടത്തിപ്പ് ഇത് മുഴുവനും കേന്ദ്രം ഏറ്റെടുക്കുന്നു.
കേന്ദ്രം പൊതുപരീക്ഷ നടത്തുന്നു. 2 പൊതുപരീക്ഷ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും. അത് കഴിഞ്ഞൊരു പൊതു എൻട്രൻസ് ടെസ്റ്റ് നടത്തി എല്ലാ കോളേജുകളിലേക്കും പ്രവേശനം ഉറപ്പാക്കുന്നു. നമ്മുടെ നീറ്റ് എന്നൊക്കെ പറയുന്ന പരീക്ഷ പോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾക്കൊക്കെയുള്ള പരീക്ഷ പോലെയുള്ള ഒരു പൊതുപരീക്ഷ അത് നടപ്പിലാക്കുന്നു. മറ്റുള്ളവർക്ക് +2ഉം 10ഉം പരീക്ഷ സംസ്ഥാനങ്ങൾക്ക് നടത്താം. പക്ഷെ അതിൻ്റെ ചോദ്യാവലിയുടെ മാതൃക വരെ അയച്ചു കൊടുത്തിട്ടാണ് പരീക്ഷ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു പോസ്റ്റ് ഓഫീസിന്റെ പണിയല്ലാതെ ഒരു പോസ്റ്റ് ഓഫീസിന്റെ പണി മാത്രമേ സംസ്ഥാനങ്ങൾക്കുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇപ്പം നീങ്ങിയിരിക്കും. ഈ കേന്ദ്രീകരണമാണ് നമ്മളപ്പോൾ ഫെഡറൽ തത്വം എന്ന് പറയുന്ന ഇല്ലാതെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ മുഴുവൻ എടുത്തു കളഞ്ഞു കേന്ദ്രീകരണം നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷെ അതേസമയം തന്നെ ഒരു ഭയങ്കര തട്ടിപ്പ് കൂടെ എൻ്റെ ഇടയ്ക്ക് നടക്കുന്നു. അതായത് ഒരുപാട് കാലമായിട്ട് ഇടതുപക്ഷ പാർട്ടികളടക്കമുള്ള പാർട്ടികൾ ചോദിച്ചുകൊണ്ടിരുന്നത് 6%, GDP-യുടെ 6% കേന്ദ്ര ഗവൺമെൻറ് അതാക്കി വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് ഉയർത്തണം. അത് പ്രഖ്യാപിച്ചിരിക്കും. ഇവിടെ പ്രഖ്യാപിച്ചത് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കണം. നമ്മളിപ്പോൾ അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു പലർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളതിന്. GDP-യുടെ 6% എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ 6% അല്ല. അങ്ങനെയൊന്നുമില്ല. സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ പലതുമായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ഉദാഹരണത്തിന് 12% സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ. അതല്ല, GDP-യുടെ എന്ന് പറഞ്ഞാൽ പൊതു ആയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 6%. അത് സ്റ്റേറ്റ് വഹിച്ചോണം നിർബന്ധമില്ല. ഇപ്പോൾ അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്രം ഇതിന്റെ ഒരു ഭാഗം കണ്ടെത്തണമെന്നും മറുഭാഗം സംസ്ഥാനങ്ങൾ കണ്ടെത്തണമെന്നും. അപ്പൊ അവിടെ ഈ കൺകറന്റ് ലിസ്റ്റ് നമുക്ക് കാണാം. കാരണം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതില് പരീക്ഷ നടത്തണ്ട, സിലബസ് ഉണ്ടാക്കണ്ട, അതൊക്കെ അവരുണ്ടാക്കി തരും. തന്നനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെറിയ മോഡിഫിക്കേഷൻ നടത്തിയാൽ മതി. ഇപ്പോൾ മലയാളത്തിന്റെ സിലബസ് ഉണ്ടാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് മലയാളം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ സിലബസിന്റെ ഘടന, ഭാഷാ പഠനത്തിന്റെ ഘടന എന്താണെന്ന് അവർ നിർദ്ദേശിക്കും. അതനുസരിച്ച് ചെയ്യണം. അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അപ്പോൾ ഇത്രയ്ക്ക് കഴിവുകളൊക്കെ ഒരു സംസ്ഥാനത്തിനുള്ളൂ. പക്ഷേ ചെലവ് വഹിച്ചോണം എന്നുവെച്ചാൽ പൈസ കണ്ടെത്തിക്കണം. എങ്ങനെയാണ് പൈസ കണ്ടെത്തുക? ഒന്നുകിൽ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് പൈസ എടുക്കേണ്ടി വരും. ഇപ്പം തന്നെ കേരളം ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കൂട്ടേണ്ടി വരും. മിക്കവാറും സംസ്ഥാനങ്ങൾ ഇതിൻ്റെ പകുതി പോലും കൂട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് മാത്രമല്ല, പല സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങൾക്ക് പണം ചെലവാക്കാൻ പറ്റാത്തതുകൊണ്ട് സ്കൂളുകൾ മൊത്തമായും ചില്ലറയായും പ്രൈവറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ആന്ധ്ര, രാജസ്ഥാൻ മുതലായ സംസ്ഥാനങ്ങൾക്ക് പ്രൈവറ്റ് ഏജൻസിനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് പലരും ഈ 6%-ലേക്ക് എത്തിക്കുന്നത്. വെച്ചാൽ പ്രൈവറ്റ് ക്യാപിറ്റലിന്റെ, സ്വകാര്യ മൂലധനത്തിന്റെ ഇടപെടൽ വ്യാപകമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നടത്താനാണ് ഈ പറയുന്ന 6%-ന്റെ കണക്ക് പറയും. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്നതുപോലെ തന്നെ പറയുന്നത്, അതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. പലപ്പോഴും നമ്മുടെ ആൾക്കാർ ചിലരെങ്കിലും ആവേശപൂർവ്വം തുള്ളിച്ചാടുന്നൊരു സാധനമുണ്ട്. അത് മാതൃഭാഷ. ഇതിനുള്ള 5ാം ക്ലാസ് വരെ മാതൃഭാഷയെ പഠിപ്പിക്കും എന്ന് പറയുന്നു. ഒന്നാമത് അതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇപ്പോഴത്തെ 5ാം ക്ലാസ് എന്ന് പറയുന്നത് 3 വയസ്സിൽ കുട്ടി പ്രീ സ്കൂളിൽ തന്നെ കുട്ടി സ്കൂളിൽ ചേരുകയാണ്. അതുകൊണ്ട് 1ാം ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു. അംഗൻവാടി, അതുപോലെ തന്നെ പ്രീ സ്കൂൾ തുടങ്ങിയവയൊക്കെ തന്നെയാണ് ആദ്യത്തെ 1-2 ക്ലാസ്. അത് കഴിഞ്ഞ് ഇന്നത്തെ 3ാം ക്ലാസ്സാണ് 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ കുട്ടി ഇന്നത്തെ അവസ്ഥയിൽ പോലും
ഒരു ഭാഷാബോധനം എന്നുള്ള രീതിയിൽ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ അവസാനത്തെ 1-2 കൊല്ലമേ ഉള്ളൂ, കുറച്ചെങ്കിലും. അത് മാതൃഭാഷയിലാക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്ലേ സ്കൂളിൽ മാതൃഭാഷയാവാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, അത്രയേ ഉള്ളൂ. അവിടെ പോലും എന്നാൽ അതെങ്കിലും കൃത്യമായിട്ട് പറയണ്ടേ. ശരി, പ്ലേ സ്കൂളിൽ മാതൃഭാഷയാവാം, ആദ്യം നമ്മൾ മാതൃഭാഷയെ പഠിപ്പിച്ച് തുടങ്ങണം എന്ന് പറയണ്ടേ. അതും പറഞ്ഞിട്ടില്ല. വേറെവർ പോസിബിൾ, എവിടെയൊക്കെ സാധ്യമാണോ അവിടെ. അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ കേരളത്തിൽ ഇംഗ്ലീഷ് മീഡിയം മാത്രമല്ല പ്രശ്നം. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയം കൂടാതെ തന്നെ പല സ്കൂളുകളിലും ഇപ്പോൾ തന്നെ മാതൃഭാഷ പഠിപ്പിക്കുന്നില്ല. സംസ്കൃതം അതിന് പകരം പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, അറബി പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. അങ്ങനെയുള്ള സ്കൂളുകൾ നമുക്കറിയാവുന്ന ചിലരൊക്കെ തന്നെ ഭഗവത്ഗീത പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ പ്രീ സ്കൂളിൽ തന്നെ സംസ്കൃതം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യാറില്ല. അത് വേണോ വേണ്ടയോ എന്നുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ വലിയ ബഹളം ഉണ്ടാവുന്നുള്ള പേടിച്ചിട്ടാണ് ആരും ചർച്ച ചെയ്യാറില്ല. പക്ഷെ അസംബന്ധമാണ് ചെയ്യുന്നത്. ഭാഷാബോധനം മാതൃഭാഷയിലായിരിക്കണം, എന്നിട്ടാണ് സംസ്കൃതമൊക്കെ പഠിക്കുക. വിവരമുള്ള സംസ്കൃതക്കാരും അതിനെ എതിർക്കില്ല, അവർക്ക് വിവരമുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പം അതല്ല സ്ഥിതി. അങ്ങനെ വരുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് ഇന്നത്തെ ഇംഗ്ലീഷ് മീഡിയം ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് പകരം ഒരു പൊതു മലയാള ബോധനം ഉണ്ടാകും എന്ന് പറ്റി കരുതുന്നതിന് കാര്യമില്ല. അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ രക്ഷിതാക്കൾ ഒരു വിഭാഗമെങ്കിലും അതിന് സമ്മതിക്കില്ല. അതും ഒരു വസ്തുത. അങ്ങനെയൊക്കെ വരുമ്പോൾ മാതൃഭാഷയിൽ അത് വേറെവർ പോസിബിൾ എന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നാൽ പിന്നെ നിയമമാക്കണം. അങ്ങനെ നിയമമാക്കാതെ വേറെവർ പോസിബിൾ എന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അത് നടക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പച്ചയായിട്ടുള്ള അർത്ഥം. പക്ഷെ അതിനേക്കാൾ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുകൂടി. ഒന്ന്, 8 വർഷം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ RT ആക്ട് അനുസരിച്ച് ഉറപ്പുവരുത്തിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പരീക്ഷ വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായത്. ഈ പരീക്ഷ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പലർക്കും, പല രക്ഷിതാക്കൾക്ക് പോലും ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പരീക്ഷ എങ്ങനെ ഇല്ലാതാക്കുക? പരീക്ഷയില്ലാതൊരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ തന്നെ പരീക്ഷയില്ല. അപ്പൊ തന്നെ എതിർപ്പുണ്ടായിരുന്നു. എങ്കിലും അത് കുറച്ചു കാലം, ഒരു 8-10 കൊല്ലക്കാലം ഇപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത് പൂർണ്ണമായും അത് എടുത്തു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ RT ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അവിടെ എടുത്തു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ കയറ്റുന്നു. 6 മുതൽ 14 വരെ എന്നുള്ള പ്രൈമറി വിദ്യാഭ്യാസം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതിനു പകരം അവര് 5+3+3+4, അതിൽ 5+3+3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 9 കൊല്ലം, അതിൽ 2 കൊല്ലത്തെ പ്രീ സ്കൂൾ ഉൾപ്പെടും. അത് പ്രൈമറിയും പിന്നീടുള്ള 4 വർഷം സെക്കൻഡറി. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇപ്പം നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തിനാണ് 5ഉം 3ഉം? സത്യം പറയുകയാണെങ്കിൽ കൃത്യമായ ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കേണ്ട ചില വശങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ ബോധമണ്ഡലത്തിൻ്റെ രൂപീകരണം, കുട്ടിയുടെ ഭാഷാപരമായ നൈപുണ്യയുടെ വളർച്ച, കുട്ടിയുടെ പ്രപഞ്ചജ്ഞാനം എങ്ങനെയാണ് വളർന്നു വരേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും ധാരണകൾ, കുട്ടിയുടെ എമോഷണൽ, അതായത് മാനസികമായ അവരുടെ വൈകാരികമായിട്ടുള്ള വളർച്ച, ഇങ്ങനെ പലതും കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് ഈ 5-3-3 എങ്ങനെ നമ്മൾ ഇട്ട്, ഇങ്ങനെ 7ആയാലും 8ആയാലും എന്തായാലും തിരക്കിട്ടില്ല. എന്തായിരുന്നാലും അതനുസരിച്ചാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ കൃത്യതയൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇതിൻ്റെ അകത്ത് കൃത്യതയുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ആദ്യത്തെ 5 വർഷത്തിന് ശേഷം നമ്മൾ പൂർണ്ണമായ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 4ാം ക്ലാസ് മുതൽ എന്ന് വേണമെങ്കിൽ പറയാം, പൂർണ്ണമായ ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് നീങ്ങും. ശാസ്ത്രം,
സാമൂഹ്യ ശാസ്ത്രം. അതിനു മുമ്പ് ഉണ്ടതൊക്കെ. പക്ഷേ കൃത്യമായ ഇന്നത്തെ സാമൂഹ്യ ശാസ്ത്ര വിദ്യാഭ്യാസത്തിലേക്ക് നീങ്ങുന്നു. അങ്ങനെ നീങ്ങുമ്പോൾ ആ നീങ്ങുന്നതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഘടന മാത്രമാണ് നിർദ്ദേശിക്കപ്പെട്ടത്, അല്ല വേറൊന്നും അതിൻ്റെ അതില്ല. അതൊന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 6ാമത്തെ ക്ലാസ് മുതൽ എന്ന് പറഞ്ഞാൽ ഇതിൽ 6ാമത്തെ ക്ലാസ്, ചുരുങ്ങിയത് അതായത് 4ാമത്തെ ക്ലാസ്, 6ാമത്തെ ക്ലാസ് മുതൽ എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് മുതൽ തൊഴിൽ പരിശീലനം ഉൾപ്പെടുത്തിയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ തൊഴിൽ വിദ്യാഭ്യാസത്തിന് ആരും എതിരല്ല, ഞാനെതിരല്ല. തൊഴിൽ പഠിപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ. ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതി നൈതാലിം അനുസരിച്ച് തൊഴിൽ പഠിപ്പിച്ചിരുന്നു. ബേസിക് സ്കൂളുകൾ എന്നുള്ള രീതിയിൽ തൊഴിൽ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ നമ്മളുടെ ഇടയിലുണ്ടായിരുന്നു. പല സ്കൂളുകളും ഇപ്പോൾ കോഴിക്കോടും മറ്റേ രാമേട്ടൻ്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സ്കൂളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ പഴയ സ്കൂളൊന്നുമില്ല, എന്നാൽ ആ പേരിപ്പോഴും. പക്ഷേ അത്തരത്തിലൊക്കെ നിലനിന്നിരുന്നുവെങ്കിലും അവിടെ തൊഴിൽ പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയുടെ ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തൊഴിൽ പരിശീലിപ്പിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനറിയുന്ന ഒരു സ്കൂളിൽ, ആ സ്കൂളിൽ വലിയ ക്യാമ്പസൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇപ്പോൾ അതൊക്കെ കെട്ടിടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവിടെ ഒരു പാടം നടത്തി, ഒരു വയൽ, അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് വയൽ അവർ മെയിൻറ്റെയിൻ ചെയ്തത്. അല്ലാതെ ഇപ്പോഴത്തെ പോലെ മറ്റേ അടുക്കളത്തോട്ടം ഉണ്ടാക്കലൊന്നുമില്ല, വയൽ പഠനത്തിൻ്റെ ഭാഗം തന്നെ. അങ്ങനെ തൊഴിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പലതരത്തിലുള്ള പണികൾ, പണ്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ക്രാഫ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഏർപ്പാടുണ്ടായി. വർക്ക് എക്സ്പീരിയൻസ് പിന്നീട് മാറിയ, വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല എന്നുള്ള വേറൊരു പ്രശ്നം, അതിലേക്കൊന്നും അവിടെ കിടക്കുന്നില്ല, അതൊക്കെ അധ്യാപകന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് കിടക്കുന്നില്ല. അങ്ങനെയുള്ള പലതും ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് ഇതൊന്നുമല്ല. അതിൻ്റെ ഒരു പക്ഷേ ശാസ്ത്രീയമായോ അശാസ്ത്രീയമായോ എങ്ങനെയാണ് നടത്തിയിരുന്നത് എന്നുള്ള പരിശോധിച്ചിട്ട് അതിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ല ഇപ്പം ചെയ്യും. അതിന് പകരം ഈ സാധനം മുഴുവനും നമ്മുടെ നാട്ടിലുള്ള തൊഴിൽദായക വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പണി, കൃഷിയൊന്നുമല്ല, കൈത്തൊഴിലുകളുമല്ല, അവർക്ക് പറ്റുന്ന പണി എന്ന് പറയുന്നത് സ്കൂളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിൽ IT ഉണ്ടാവും, ഫാഷൻ ഡിസൈനിങ് ഉണ്ടാവും, മറ്റു പലതും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികളൊക്കെ തന്നെ സ്കൂളുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ അസാപ്പ്, NSQF തുടങ്ങിയതിലൂടെ ഇപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള തൊഴിൽ വിദ്യാഭ്യാസം 6ാം ക്ലാസ് മുതൽ തുടങ്ങുന്നു എന്ന് പറയുമ്പോഴും ഒരു വശത്ത് കുട്ടി ഇത് പഠിക്കുന്നു, സാധാരണ പോർഷൻസ് പഠിക്കുന്നു, മറുവശത്തും കൂടി പഠിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സ്കൂളുകളുടെ കരിക്കുലം കുറയ്ക്കുമെന്നാണ് പറയുന്നത്. തൊഴിൽ വിദ്യാഭ്യാസത്തിൻ്റെ മാത്രമല്ല, കരിക്കുലം കുറയ്ക്കും, പാഠപുസ്തകങ്ങളുടെ കട്ടി കുറയ്ക്കും. വളരെ സന്തോഷകരമായ കാര്യമാണ്. കട്ടി കുറയ്ക്കേണ്ട. ഇപ്പം തന്നെ പാഠപുസ്തകം 1ാം വോള്യം 2ാം വോള്യം എന്നൊക്കെ പറഞ്ഞാണ് പാഠപുസ്തകമാണ്. കേരളത്തിലെ പാഠപുസ്തകങ്ങൾ തന്നെ കട്ടി കുറയ്ക്കുക എന്ന് പറഞ്ഞ് ചെറുതാക്കാൻ വേണ്ടി 2-3 വോള്യങ്ങളിലായിട്ട്, അപ്പം എല്ലാം കൂടി വരുമ്പോൾ നല്ല കട്ടിയുണ്ടാവും. അങ്ങനെയാണ് ഇപ്പം തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ അതല്ല ചെയ്യുന്നത്. അതിന് ഒരു നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി, ഇത്രയധികം ഇത്രയധികം ആശയങ്ങൾ കുട്ടി പഠിക്കേണ്ടതില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതിൽ മതനിരപേക്ഷത, ജനാധിപത്യം ഇതൊക്കെ ഒഴിവാക്കിയത്, പൗരധർമ്മം ഇതൊക്കെ ഒഴിവാക്കിയിരുന്നു. ഇതൊന്നും ആവശ്യമൊന്നും, ഇതിനെ ഇതൊക്കെ പഠിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഈ പറയുന്ന കുറേ കാര്യങ്ങൾ ഒഴിവാക്കുന്നു. 2, കോൺസെപ്റ്റുകൾ മാത്രം പഠിപ്പിച്ചാൽ മതി. കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആശയം, ഈ ആശയങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കൊരു ഉദാഹരണം, അവിടെ മറ്റൊരു കാര്യം കൂടി വളരെ പ്രധാനമാണ്. നോളജ് ആപ്ലിക്കേഷൻസ് മതിയെന്ന് വെച്ചാൽ നമുക്കിവിടെ ജ്ഞാനം, അറിവ് ശാസ്ത്രത്തിൻ്റെ അറിവാണ്, ശാസ്ത്രീയമായ അറിവാണ്, ശാസ്ത്രത്തിൻ്റെ അറിവാണ്, സാമൂഹ്യ ശാസ്ത്രത്തിലുള്ള അറിവാണ്, പൗരധർമ്മത്തിലുള്ള അറിവാണ്,
ചുറ്റുപാടും നടക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്, സമൂഹത്തെക്കുറിച്ചുള്ള അറിവാണ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവാണ്. അതുകൂടാതെ നമ്മളുടെ ശാരീരക്ഷമതയും നമ്മളുടെ മറ്റേ ആരോഗ്യശീലങ്ങളും പാരിസ്ഥിതികമായിട്ടുള്ള വിജ്ഞാനവും ഒക്കെ തന്നെ ഈ അറിവിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെയുള്ള അറിവ് എന്ന് പറയുന്നതല്ല അവർ രക്ഷപ്പെടുന്നത്. അതൊന്നും ആവശ്യമില്ലാത്ത എന്തിനാ അതൊക്കെ പഠിപ്പിക്കും. നമുക്ക് വേണ്ടത് ഈ അറിവിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചാൽ മതി. എന്ത് ചെയ്യണം, എന്താണ് എന്നുള്ളത് പഠിക്കണം, എന്തുകൊണ്ട് എന്നും പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പം എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ആശയങ്ങൾ, കോൺസെപ്റ്റ് എങ്ങനെയായാലും വേണ്ടി വരും. നിങ്ങൾക്ക് മെക്കാനിക്കലായിട്ടൊരു പണിയെടുക്കുമ്പോൾ ആ മെക്കാനിക്കലായിട്ടുള്ള പണിയിൽ സൈക്കിൾ ടയർ വെച്ച് ട്യൂബ് വെച്ചിട്ട് കാറ്റ് നിറയ്ക്കാൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ കാറ്റെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കണ്ടേ, നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണ്ടേ. അപ്പം അതിനുള്ള കുറച്ച് കോൺസെപ്റ്റുകളുണ്ടല്ലോ, അത് പഠിക്കും. അപ്പം അങ്ങനെ പഠിക്കുക എന്നുള്ളതിലപ്പുറം ഉള്ള വലിയ ശാസ്ത്രജ്ഞന്മാരെയൊന്നും ഉണ്ടാക്കാനൊന്നും ഉദ്ദേശിച്ചു. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരുണ്ടാകണേ ഉണ്ടായിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല, അത് പറയുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യം, നമ്മൾ ഈ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, ടാലൻ്റുള്ള കുട്ടികൾ, അവർ പ്രത്യേകിച്ച് കണ്ടെത്തി വേറെ പരിശീലനം കൊടുക്കണം എന്നുള്ളത്. അവർ സാധാ കുട്ടികളല്ല, അതുകൊണ്ട് അവരെ പ്രത്യേകിച്ച് കണ്ടെത്തി വേറെ പരിശീലനം കൊടുക്കണം എന്നുള്ള. ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേറെ ടാലൻറ്റ് സെർച്ച് ഉണ്ട്. അവർക്ക് മാഷന്മാരെല്ലാം ഉണ്ടാവുക, അവർക്ക് മെൻറ്റർമാരെന്ന് പറഞ്ഞ് വേറൊരു കൂട്ടം ആൾക്കാരുണ്ടാവും, അവർക്ക് പ്രത്യേകിച്ച് സംവിധാനങ്ങളുണ്ടാവും. അങ്ങനെ അവർ ബുദ്ധിജീവികൾ. ആ ബുദ്ധിജീവികളെ വേറൊരു കൂട്ടമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി പിക്കപ്പ് ചെയ്തവരെ കൊണ്ടുവരും. അതിനുള്ള ടാലൻറ്റ് സെർച്ചും ഒക്കെ ഉണ്ട്. അതിന് നാഷണൽ ടെസ്റ്റിംഗ് സർവീസ് എന്ന് പറയുന്ന ഇപ്പോൾ നെറ്റ് പരീക്ഷ നടത്തുന്ന ഏർപ്പാട്, അവരെ കൊണ്ട് പ്രത്യേകിച്ചൊരു സംവിധാനം അതിനുവേണ്ടി കൊണ്ടുവരുമെന്ന് തന്നെ പറയുന്നു. അപ്പം അങ്ങനെ കുറേ ബുദ്ധിജീവികൾ ഉണ്ടായിക്കോളും. നമ്മുടെ നാട്ടിൽ ബുദ്ധിജീവികൾക്ക് കേരളത്തിൽ ക്ഷാമമില്ലാത്തതുകൊണ്ട് ധാരാളം ബുദ്ധിജീവികൾ ഇവിടെ നിന്നും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മറ്റുള്ളവരോ സാധാരണക്കാർ അവരിങ്ങനെയൊക്കെ പഠിച്ചാൽ എന്ന് വെച്ചാൽ, ഒരു വശത്ത് ബുദ്ധിജീവികളെ കുറച്ച് പേരെ ഉണ്ടാക്കുന്നു, മറുവശത്ത് ഈ സാധാരണ തൊഴിൽ ചെയ്യുന്ന ഒരു തൊഴിലാളി കൂട്ടത്തെ സൃഷ്ടിക്കും. അപ്പം ഇങ്ങനെയായിട്ട് വിദ്യാഭ്യാസം പതുക്കെ പതുക്കെ മാറുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ഇത് +2 എത്തുമ്പോഴേ, +2 ഇല്ല, 4 വർഷമാണ് എന്ന് പറഞ്ഞാൽ 10, 11, 9, 10, 11, 12, 4 വർഷം. അപ്പോൾ ഈ 9, 10, 11, 12 എന്ന് പറയുന്ന 4 വർഷം, ആ 4 വർഷത്തിൻ്റെ ഇടയിൽ കൂടിയിട്ട് നമ്മളിവിടെ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയുള്ളൊന്ന്, ഈ 4 വർഷം എന്ന് പറയുന്നതിലൂടെ ഒരു വശത്ത് ഇടയ്ക്കൊരു പരീക്ഷ ഉണ്ടാവും എന്നുള്ളത് ശരിയാണെങ്കിലും, ഒന്ന് കുട്ടികളെ വൊക്കേഷണൽ എഡ്യൂക്കേഷനിലേക്ക് പൂർണ്ണമായിട്ടും, മണ്ടന്മാരെയൊക്കെ വൊക്കേഷണൽ എഡ്യൂക്കേഷനിലേക്ക് നീക്കും. ബുദ്ധിജീവികളെയൊക്കെ അവർ അവസാനം നമുക്ക് മറ്റേ എന്താ പറയണ്ടേ, ഇപ്പോൾ കോമൺ എൻട്രൻസ് പരീക്ഷ എഴുതിപ്പിക്കാനോ അല്ലെങ്കിൽ എൻജിനീയറിംഗ്, മെഡിക്കൽ, നെറ്റ് പരീക്ഷ എഴുതിപ്പിക്കാൻ, നീറ്റ് പരീക്ഷകൾ എഴുതിപ്പിക്കാനോ ഉള്ള പരിശീലനമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഇതിന് വേറൊരു വശവും കൂടിയുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത്, ഇത് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്രക്സ് കിടക്കുന്നത്. ഇതൊക്കെ നടക്കുന്നത് ഇനി മുതൽ പഠനം, നമ്മൾ സാധാരണയായിട്ട് പഠനം എന്ന് പറഞ്ഞാൽ ടീച്ചർ, മറ്റേ കുട്ടി എന്നൊക്കെ പറയുന്നത് ഇപ്പം തന്നെ കുറച്ചൊക്കെ മാറി തുടങ്ങി. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു ലൈനിലേക്ക് ഇപ്പം മാറി തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുന്നത് ഇഷ്ടമാണെന്ന് പറ്റി എനിക്കറിഞ്ഞൂടാ. സാറന്മാർക്ക് മഹാബോറാണെന്നാണ് അവർ പറയുന്നത്. കാരണം കുട്ടികളെ കാണാതെ എന്ത് ക്ലാസ് എന്നാണ് അവർ ചോദിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ കൂടി കാണുന്ന കുറച്ച് മോഹൻദാസ് ജി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരുകളാണ്. അല്ലാതെ ഇവരാരുടെ മുഖം പോലും എനിക്കറിഞ്ഞൂടാ. അങ്ങനെ മുഖം കാണാതെ, മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മുഖം നോക്കാതെ ക്ലാസ് എടുക്കേണ്ടുന്നൊരവസ്ഥ എപ്പോഴും. അങ്ങനെ മുഖം നോക്കാതെ ക്ലാസ് എടുക്കുമ്പോൾ അതൊരു ബോറാണ്. സത്യം പറഞ്ഞാൽ മാഷിൻ്റെ പണി ഭയങ്കര ബോറായിട്ട് മാറാൻ പോകും. കുട്ടികൾക്കും ബോറായിരിക്കും എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം ഈ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാൻ സൗകര്യമില്ല. അവർക്ക് അത്യാവശ്യം മറ്റവനെ തോണ്ടാനോ പിച്ചാനോ സൗകര്യമില്ല, മറ്റേ കത്ത് കൈമാറാൻ സൗകര്യം, ഇങ്ങനെ ഒന്നിനും സൗകര്യമല്ലോ. വീട്ടിൽ കുത്തിരുന്നിട്ട് കേൾക്കുക. അപ്പം ഈ തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളുമായിട്ട് ഇപ്പം തന്നെ കുട്ടികൾ പൊരുത്തപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയം.
എന്തായിരുന്നാലും അങ്ങനെ വരുമ്പോൾ ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് പക്ഷേ വളരെ എന്താ പറയണ്ടേ, വളരെയധികം മെക്കാനിക്കലായിട്ടുള്ള രൂപമായിട്ട് മാറുമെന്നാണ് സംഭവിക്കാൻ പോകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അത് മതി. കാരണം എന്താണ്, പരീക്ഷാഫലങ്ങളാണ് പ്രധാനം. ഇപ്പൊ പരീക്ഷാഫലങ്ങൾ പ്രധാനമാകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ലേണിംഗ് ഔട്ട്കം എന്ന് പറയും. ലേണിംഗ് ഔട്ട്കമാണ് പ്രധാനം. നിങ്ങൾക്ക് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്ന സാധനം ഉണ്ടായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നുള്ള പ്രധാനമല്ല. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ക്ലാസ് മുറി ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. കുട്ടി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും കൂർക്കം വലിച്ചാലും ഒന്നും മാഷിനത് അറിയുപോലുമില്ല. അതുകൊണ്ട് വളരെ ഞാനിപ്പോൾ അടുത്ത കാലത്തൊരു ക്ലാസ് എടുക്കുകയുണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വേറൊരു വലിയ തിരക്കുള്ള വേറൊരു പരിപാടി ടി വി വന്നുകൊണ്ട് എല്ലാവരും എണീറ്റ് പോയി. എനിക്കത് അറിയില്ല. പിന്നെ ക്രമേണ നോക്കുമ്പോഴാണ് എല്ലാവരും എണീറ്റ് പോയെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ചോദ്യമൊന്നുമില്ല. ചോദ്യം ഉണ്ടെങ്കിൽ ആൾ വേണ്ടേ. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും. അത് മാഷിന് പ്രശ്നമല്ല. കാരണം മാഷിന് ഈ 1 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ പോയി അങ്ങ് പോയാൽ മാത്രമേ അയാൾക്ക് ശമ്പളം കിട്ടും, സൗകര്യം. പക്ഷെ ഇവിടെ പ്രശ്നം വേറൊന്നാണ്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മെക്കാനിക്കൽ ക്ലാസ് റൂമുകളായിട്ട് മാറുമ്പോൾ പോലും ഈ അവസാനത്തെ പരീക്ഷ എന്ന് പറയുന്നതിന് പ്രാധാന്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള കോച്ചിങ് ക്ലാസ് നടക്കാൻ പോകും. അപ്പം നിങ്ങൾക്ക് അതിന് പല രീതികളുണ്ടാകും. ഇപ്പം തന്നെ നമ്മൾക്കൊക്കെ അറിയാം, പല സ്ഥലങ്ങളിലും ഈ സ്കൂളുകളിൽ, ഇപ്പോൾ നഗരങ്ങളിൽ, ഇപ്പം ഞാനിപ്പോൾ താമസിക്കുന്ന നഗരത്തിൽ അവിടെ ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോൾ രാവിലെ 5 മണിക്കൂർ വരെ ക്ലാസ് എടുക്കുന്നു. രാവിലെ 8 മണി തൊട്ട് 1 മണി വരെ നിരന്തരമായി ഇവർ ഓൺലൈൻ പാഠകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് 2 മണി കഴിഞ്ഞിട്ട് 2:30 മണി കഴിഞ്ഞ് പല സ്വകാര്യ ചാനലുകളും ഈ ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടിയിട്ടാണ് വിക്ടേഴ്സ് ചാനലിൻ്റെ പരിപാടി. അപ്പം ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നിരന്തരമായ ഭേദ്യം ഇപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇപ്പം നടക്കുന്നുണ്ട്. ആ ഭേദ്യം നടക്കുന്നതിനൊക്കെ തന്നെ ഇതെങ്ങനെ നടത്തിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവസാനം പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് 100ക്ക് 100 തന്നെ കിട്ടണം. അപ്പം അതിനുള്ള ടീച്ചിങ് ആണ് നടക്കേണ്ടത്. വേറെ നടക്കേണ്ട കാര്യമില്ല. അതിനുള്ള ടീച്ചിങ്, അതിനുള്ള നോട്ട്സ്, അതിനുള്ള സംഗതി, ഇതല്ലാതെ വേറെ നടക്കേണ്ട കാര്യമില്ല. വേറൊന്നും ആവശ്യമില്ല. അവസാനം കുട്ടി പരീക്ഷ എഴുതുന്നു. കുട്ടി പരീക്ഷ എഴുതിയിട്ട് കുട്ടിക്ക് 100ക്ക് 100 കിട്ടുന്നു. എല്ലാ വിഷയങ്ങളിലും 100ക്ക് 100. ഭയങ്കര സന്തോഷം. മറ്റേ രക്ഷിതാക്കളുള്ള ആഹ്ലാദ പ്രകടനം അവർ കാണാൻ വേറെ സ്ഥലമൊന്നുമില്ല. പക്ഷെ എന്നാലും ആഹ്ലാദം പ്രകടിപ്പിക്കും. കുട്ടിക്ക് കേക്കൊക്കെ കൊടുക്കുമായിരിക്കും, പായസം വെച്ച് കൊടുക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള പരിപാടി നടക്കണം. അവരെ പിന്നീട് നെറ്റ് പരീക്ഷകൾ, നീറ്റ് പരീക്ഷകൾ, കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതിക്കും. ഇങ്ങനെയുള്ള യാന്ത്രികമായ ബോധന രീതി, ആ യാന്ത്രികമായ ബോധന രീതിയിലൂടെ തന്നെ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഹിന്ദുക്കളുടെ വിദ്യാഭ്യാസം വരും, ന്യൂനപക്ഷ വിരുദ്ധത വരും, മുസ്ലിം വിരുദ്ധത വരും, ദളിത് വിരുദ്ധത വരും. ഇതൊക്കെ യാന്ത്രിക ബോധന രീതിയുടെ ഭാഗം വരും. അതിനോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇന്നത്തെ കോർപ്പറേറ്റുകൾക്കും മറ്റ് ആവശ്യമായ രീതിയിലുള്ള ഒരു ടീച്ചിങ്, ഒരു ജ്ഞാന സമ്പാദന രൂപം മാത്രം നടപ്പിലാക്കുക. ബാക്കിയൊക്കെ കുട്ടിയുടെ സൗകര്യത്തിനനുസരിച്ച് അവർ ചെയ്താൽ നല്ലതായി. വേറൊന്നും സംഭവിക്കും. ഇതാണ് ഇപ്പം നടപ്പിലാകാൻ പോകുന്ന വിദ്യാഭ്യാസം. ഞാൻ ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലാണ് ഇതുവരെ ഊന്നിയത്. നടപ്പിലാകാൻ പോകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. അവിടെ ഈ പറയുന്ന നടപ്പിന് പിന്നീട് ഉന്നത വിദ്യാഭ്യാസമുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഇവിടെ സ്കൂൾ തലത്തിൽ നമ്മൾ 18 വയസ്സ് വരെയുള്ള കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കുട്ടിയെ എങ്ങനെയെങ്കിലും ഒരു നല്ല തൊഴിലാളിയാക്കി മാറ്റുക എന്നുള്ളതായിരിക്കും. ഒരു കോർപ്പറേറ്റ് മേഖലയിലൊക്കെ പണിയെടുക്കാൻ പറ്റുന്ന നല്ല തൊഴിലാളി. ഉന്നത വിദ്യാഭ്യാസത്തിൽ എൻട്രൻസ് പരീക്ഷ, ഇവിടെ ഒരു തമാശ കൂടിയുണ്ട്. എന്തിനാണ് എൻട്രൻസ് പരീക്ഷ എപ്പോഴും വ്യക്തമല്ല. കാരണം ഇങ്ങനെ കൃത്യമായിട്ട് ഒരു കുട്ടിയെ +2 വരെ പഠിപ്പിച്ചിട്ട് കുട്ടിക്ക് 100ക്ക് 100 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 100ക്ക് 100ൽ ആരാണ് എന്താ പറയണ്ടത്, നിങ്ങളുടെ കോളേജുകളിൽ ചേരാൻ അർഹതയുള്ളൂ. അപ്പോൾ അർഹത എന്ന് പറഞ്ഞാൽ എന്താണ്? 100ക്ക് 100 ആണോ, എൻട്രൻസ് ആണോ എന്നുള്ള, അതൊക്കെ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. 100ക്ക് 100 കിട്ടുന്ന കുട്ടിക്ക് എൻട്രൻസിന് തോറ്റുപോയാൽ എന്ത് ചെയ്യും? എനിക്കറിയുന്നൊരു കുട്ടി എല്ലാത്തിനും A+ കിട്ടിയ ഒരു കുട്ടി സ്ഥിരമായി കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ എൻട്രൻസ് പരീക്ഷയ്ക്കും തോറ്റുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഇതെന്താണെന്നുള്ളത് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല.
അപ്പം അത്തരത്തിൽ വരുമ്പോൾ ഈ കോമൺ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നീട് +2 കഴിഞ്ഞിട്ട് സ്കൂളുകളിലേക്ക് കടക്കുക, മറ്റേ കോളേജുകളിലേക്ക് കടക്കുക. കോളേജുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയാണ് അടുത്ത, അതുകൂടി പറഞ്ഞ് ഈ ഭാഗം ഞാൻ അവസാനം, പിന്നെ ചില പൊതു കാര്യങ്ങൾ മാത്രമേ. കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കോളേജുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്, എല്ലാവർക്കും അറിയാം. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്, മറ്റേ കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജുകളുണ്ട്. ഒന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള വേർതിരിവ് അവസാനിപ്പിക്കാം. എന്തിനാണ് ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം? അത് പതുക്കെ ഇല്ലാതാക്കുക. അത് പതുക്കെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ എഞ്ചിനീയറിംഗുകാരെ സയൻസ് പഠിപ്പിച്ചിട്ട് അവരെ ഐൻസ്റ്റൈനും മറ്റും ആക്കാനോ, മെഡിക്കൽക്കാരെ മറ്റേ ബയോളജിയൊക്കെ പഠിപ്പിച്ചിട്ട് അവരെ ഡാർവിനും അല്ലെങ്കിൽ JBS ആൽഡേനും അങ്ങനത്തെ ആൾക്കാരാക്കാനോ ഒന്നും അല്ലത്. അല്ലെങ്കിൽ പലരും പറയുന്നത് അത്തരത്തിലുള്ള ആൾക്കാരൊന്നും ആക്കാനല്ലത്. പിന്നെയോ അതിനു പകരം ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നിന്ന് ഇന്ന് വിളിക്കുന്ന സ്ഥാപനങ്ങളിൽ ക്രമേണ അടിസ്ഥാനപരമായി കോമേഴ്സും മാനേജ്മെന്റും പഠിപ്പിക്കുന്ന, അതിന് വേണ്ട കുറെ ചപ്പുചോറൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി പഠിപ്പിക്കുന്നു. ഇപ്പം ഇൻസ്ട്രുമെന്റേഷൻ പഠിപ്പിക്കാം, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ പഠിക്കാം, IT പഠിപ്പിക്കാം, ഇൻസ്ട്രുമെന്റേഷൻ പഠിപ്പിക്കാം, ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കൊണ്ടുവരാം. അതുപോലെ തന്നെ അത്തരത്തിലുള്ള നിരവധി കോഴ്സുകൾ കൊണ്ടുവരാം. ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാം. ഇങ്ങനെയുള്ള കോഴ്സുകൾ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ ബേസിക് സയൻസസ് അല്ലെങ്കിൽ ഇവ പഠിപ്പിക്കാതെ നോളജ് ആപ്ലിക്കേഷൻ കോഴ്സുകൾ ഇപ്പം തന്നെ സർവകലാശാലകളൊക്കെ തന്നെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇപ്പോൾ അപ്ലൈഡ് സയൻസ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നാണ് അവരുടെ അവകാശം. പഠിപ്പിക്കുന്നതൊക്കെ പഴയത് തന്നെ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് അപ്ലൈഡ് സയൻസ് എന്നുള്ള പേര്, അപ്ലൈഡ് സൈക്കോളജി കൂടാതെയാണ് അപ്ലൈഡ് സൈക്കോളജി, അപ്ലൈഡ് സോഷ്യോളജി, അങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ പഠിപ്പിക്കുന്ന ഇപ്പം തന്നെ ധാരാളമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ആപ്ലിക്കേഷൻ പഠിപ്പിക്കുക എന്നുള്ള പേരിൽ നിങ്ങളുടെ ജ്ഞാനമണ്ഡലത്തെ ഒരു പ്രത്യേക ഒരു തൊഴിൽ മേഖലയിലേക്ക് ചുരുക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൗൺസിലിംഗ് സൈക്കോളജിയും ഒരു ബന്ധുവില്ല. കൗൺസിലിംഗ് സൈക്കോളജി എന്തോ ചെറിയൊരു ആപ്ലിക്കേഷൻ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അപ്പം അതിന് പകരം കൗൺസിലർമാരെ ഉണ്ടാക്കാണ്. എല്ലാ MSW പഠിക്കുന്നു, MSW പഠിച്ചിട്ട് കൗൺസിലിങ്ങിന് പോകും. എന്തിനാ കൗൺസിലിങ്ങിന് പോകുന്നത്? സ്കൂളുകളിലൊക്കെ തന്നെ കൗൺസിലർമാർക്ക് ഉത്തരവുണ്ട്, അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് നിറയ്ക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക മേഖലയിലുള്ള ഒരു മൈക്രോ മേഖലകളിൽ ഉള്ളൊരു എക്സ്പെർട്ടീസിനെ സൃഷ്ടിക്കുക എന്നുള്ള രീതിയിലുള്ള കോഴ്സുകളാണ് മിക്കവാറും നടപ്പിലാവുന്നത്. ഇതിന് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്നുള്ള പേരും കൊടുക്കും. അതുകൊണ്ട് സൗകര്യമാണ്. കാരണം നിങ്ങൾക്ക് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നിപ്പോൾ ഹിസ്റ്ററി പഠിക്കും, എക്കണോമിക്സ് പഠിക്കും, ഫിസിക്സ് പഠിക്കും, കെമിസ്ട്രി പഠിക്കും. നിങ്ങളത് ചെയ്യേണ്ട. ഹിസ്റ്ററി എക്കണോമിക്സും പൊളിറ്റിക്സും ഒരുമിച്ച് പഠിക്കും, ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒരുമിച്ച് പഠിച്ചോളൂ. നിങ്ങളിപ്പോൾ +2 ചെയ്യുന്ന പരിപാടി അത് തുടർന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ കൊണ്ടുവരിക. ഈ കോഴ്സുകളുടെ ഇടയ്ക്ക് കൂടിയിട്ട് മേൽപ്പറഞ്ഞ ഈ തൊഴിലധിഷ്ഠിതം കൊണ്ടുവരിക എന്ന് വെച്ചാൽ മോരും കുതിരയും പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതെ കിടക്കുക. എന്നിട്ട് അതെല്ലാം കൂടി പഠിപ്പിച്ച അവിയൽ പരുവത്തിൽ കുട്ടിയെ പുറത്തേക്ക് വിടുക. കുട്ടിക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ ഒന്നും തന്നെ പിന്നീട് ഫോളോ ചെയ്യാൻ കഴിയില്ല. അതിന് വരെ കുട്ടി അവസാനം എത്തിപ്പെടുന്നു, ഇപ്പം എല്ലാവരും എത്തിപ്പെടുന്ന പോലെ. ഇപ്പോൾ ഫിസിക്സ് പഠിച്ചാലും കെമിസ്ട്രി പഠിച്ചാലും ഒക്കെ പലരും സിനിമക്കാരനാണ് താല്പര്യം എന്ന് പറയുന്ന പോലെ. നിങ്ങൾ എന്ത് പഠിച്ചാലും തിരക്കില്ല. അതിനിപ്പോൾ സിനിമക്കാരനാവും ഇതൊന്നും വേണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. സിനിമക്കാരെ അധിക്ഷേപിക്കുകയല്ല, പക്ഷേ സിനിമക്കാർ ചെയ്യുന്ന പണിക്ക് ഇത് അവരെന്ത് പഠിച്ചാലും പ്രത്യേകിച്ച് ഇപ്പോൾ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ സിനിമയിലുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വളർന്നു വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജുകൾ നിലനിർത്തണം, അതിനുവേണ്ടി കുറേ കോഴ്സ് കൊടുക്കണം. ഈ കോഴ്സുകളിൽ അവസാനം എത്തിച്ചേരുന്നത് മേൽപ്പറഞ്ഞ രീതിയിലുള്ള മാനേജ്മെൻറ്റ് സംവിധാനങ്ങളിലേക്ക് എത്തിച്ചേരണം. എന്നിട്ട് അതിന് പറ്റുന്ന രീതിയിൽ ധാരാളം കോളേജുകൾ അങ്ങ് അനുവദിച്ചു കൊടുക്കും. അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള പണി ഇവയൊക്കെ ഓട്ടോണമസ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോണമസ് ആക്കുന്നതിന് കോളേജുകളെ നന്നാക്കാനല്ല ഓട്ടോണമസ് ആക്കുന്നത്. ദയവേത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട.
കോളേജുകളെ നന്നാക്കാനോ അത് ലോകോത്തര ഓക്സ്ഫോർഡ് സർവകലാശാലയാക്കാനോ ഒന്നുമല്ല മറ്റേ മറ്റേ ഓട്ടോണമസ് ആക്കുന്നത്. അതിന് പകരം ഇങ്ങനെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നടത്താനുള്ള പണ്ടത്തെ പാരൽ കോളേജുകളുടെ കൂട്ടുള്ള ഒരു സ്ഥാപനമാക്കി അതിനെ മാറ്റുകയും ധാരാളം കോഴ്സുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത്. അതിനിപ്പോൾ ഏറ്റവും വലിയ സൗകര്യം വേറെ സൗകര്യമുണ്ട്, കാശ് ഇഷ്ടം പോലെ വാങ്ങും. കാരണം ഇതിൽ പറയുന്നൊരു കാര്യം, ഒരിടത്തും ഇതിൽ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കാശ് കൊടുക്കാതെ എഡ്യൂക്കേഷൻ. ഇപ്പം കാശ് കൊടുക്കാതെ എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് കൊല്ലം RTA ആക്ട് നിൽക്കുന്നതുകൊണ്ട് ഫ്രീ ആൻഡ് കമ്പൾസറി 8ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് എങ്ങനെയായാലും കാശ് കൊടുക്കും. കാശ് കൊടുക്കാത്ത പരിപാടിയില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ കാശ് കൊടുക്കുമ്പോൾ നിങ്ങൾ കാശ് കൊടുക്കാൻ വയ്യെങ്കിൽ വേണ്ട. അതിനാണ് മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം പഠിക്കുന്ന കോളേജിൽ അതിനുശേഷം കാശില്ല, പഠിക്കാൻ കാശില്ല, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വിട്ടുപോക്കുള്ളൂ, വല്ല പണിക്കും പൊക്കുള്ളൂ. പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി 2ാമത്തെ കൊല്ലത്തിലേക്ക്. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഡിഗ്രി എടുത്താൽ മതിയല്ലോ. ചാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി കിട്ടണം എന്നല്ലേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പല സുഹൃത്തുക്കളും റിട്ടയറൊക്കെ ചെയ്തതിന് ശേഷം PhD ഒക്കെ എടുക്കുന്ന ആൾക്കാരെ പോലെ. എന്തിനാ എടുക്കുന്നത് ചോദിച്ചാൽ അവർക്കൊരു സന്തോഷം അത്ര. അപ്പം അതിലപ്പുറമൊന്നുമില്ല. അങ്ങനെ എടുക്കുന്ന ആൾക്കാരെ പോലെ നമുക്ക് എപ്പോഴെങ്കിലും എടുത്താൽ മതി എന്നുള്ളൊരു ധാരണയിൽ കോളേജുകളിൽ ചേരാം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതും പഠനം, അതും മറ്റേ തൊഴിലും തമ്മിൽ അങ്ങനത്തെ ബന്ധമൊന്നും ഉണ്ടാവണം. കോളേജുകൾക്ക് കാശും കിട്ടും, ധാരാളം ഫീസും കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ഇതൊരു കച്ചവടമായിട്ട് പൂർണ്ണമായിട്ട് മാറുന്നു. ഇതൊരു കച്ചവടമായിട്ട് പൂർണ്ണമായിട്ട് മാറുന്നു. ബിഗ് ബസാർ ഫോർ ഡിഗ്രീസ്. ഓരോ കോളേജ്, നമ്മളിപ്പോൾ മറ്റേ ഷോപ്പിംഗ് മാൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ട്രിവാൻഡ്രം മാൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലുലു മാൾ ഉണ്ടാക്കുന്നു. ലുലു മാളിൻ്റെ ഒരു ലുലു കോളേജ് മാൾ അപ്പുറത്തും ഉണ്ടാകും. ഇങ്ങനെയായിട്ട് സംഭവം മാറും എന്നുള്ളതാണ്. അതിന് ഓട്ടോണമിയും കൊടുക്കും. അപ്പോൾ എല്ലാത്തിനും കുറച്ച് കഴിഞ്ഞ് ഒരു ഡിഗ്രിയും തന്നെത്താനെ കൊടുക്കാനായിട്ട് ആരംഭിക്കും. അപ്പം ഡിഗ്രി എങ്ങനെയൊക്കെ വാങ്ങാമെന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം ഇപ്പോൾ തന്നെ തുടങ്ങിക്കാണും പലരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു കച്ചവട സ്ഥാപനമായിട്ട് ഈ സാധനം മാറും എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് പ്രൊഡക്ഷൻ, ജ്ഞാനോൽപാദനം, പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ച, അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ജ്ഞാനത്തിൻ്റെ രൂപങ്ങളുടെ വളർച്ച, അതൊന്നും സാധിക്കില്ല. അതൊക്കെ നടത്താൻ കഴിയുന്ന കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ. അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നു അവരൊക്കെ തന്നെ ഇപ്പോൾ വിദേശ സർവകലാശാലകളിൽ ക്ഷണിക്കുന്നുണ്ട്. 100 വരുന്ന സീനിയർ വിദേശ സർവകലാശാലകൾക്ക് അവിടെ ക്യാമ്പസ് തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർ ഈ സർവകലാശാലകൾ ക്യാമ്പസ് തുടങ്ങുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തിനാണ് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്നത്? അവർക്കിപ്പോൾ പലർക്കും കാശ് വേണം. അപ്പോൾ കാശ് കിട്ടാൻ വേണ്ടി പലരും ഫ്രാഞ്ചൈസി ക്യാമ്പസുകൾ ഇന്ത്യയിലൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടും. അങ്ങനെ കാശ് കിട്ടാനുള്ള വകുപ്പുള്ളവർ അത്തരത്തിലുള്ള സ്കൂളുകളിലോ കോളേജുകളിലോ പോയി ചേർന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ ഈ പരീക്ഷകളിലൂടെ 100ക്ക് 100 കിട്ടിയിട്ടും കാര്യമില്ല, അതിനപ്പുറം പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉള്ള ഒരു ജീനിയസ് ആയിട്ട് സ്വയം പ്രഖ്യാപിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ മടിയിൽ ധാരാളം കനമുള്ളവർ, കാശുള്ളവർ, ഈ 2 കൂട്ടർക്കാണ് ഇനി മുതൽ അങ്ങോട്ട് ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ പഠിക്കാൻ കഴിയും. ഇങ്ങനെയുള്ളവർക്കാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ പഠിക്കാൻ കഴിയും. ഇതാണ് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം ആയിട്ട് ഇപ്പോൾ നമ്മൾ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച്. ഇതുകൂടാതെ ഇത്തരത്തിലുള്ള ആളുകളെ കോർപ്പറേറ്റുകൾ എടുത്തോളൂ എന്ന് വിചാരിക്കാം. കാശൊക്കെ കൊടുത്ത് പഠിക്കുന്നതല്ല, കോർപ്പറേറ്റുകൾ എടുത്തോളൂ എന്ന് വിചാരിക്കാം. അങ്ങനെ കോർപ്പറേറ്റുകൾ എടുത്തിട്ട് അവരുടെ പണിക്ക് വിടുന്നു. ബാക്കിയുള്ളവർ തൊഴിലാളി വർഗമായിട്ട് മാറുന്നു. ഇപ്പോൾ ഒരു വർഗ വിഭജനം കൃത്യമായിട്ട് നടക്കുന്നു. പക്ഷെ ഇതെല്ലാം കൂടാതെ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഈ വലിയൊരു ശതമാനം ഈ വിദ്യാഭ്യാസം ഇതിലൂടെ നടക്കാൻ പോകുന്ന IT-യിലൂടെ തന്നെയാണ്, ICT-യിലൂടെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഈ ICT-യിലൂടെ നടക്കുന്ന വിദ്യാഭ്യാസത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ തന്നെ കറണ്ട് വേണം, തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. കറണ്ട് വേണം, അതിന് മൊബൈൽ ഫോൺ വേണം, മറ്റേ കറണ്ട് വേണം, അപ്പോൾ അതിന് ടവർ വേണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പുറന്തള്ളപ്പെടുന്നത് വേറെ ആരുമായിരിക്കില്ല, ഇതൊന്നും കൈവശമില്ലാത്ത പാവപ്പെട്ടവർ, ദരിദ്രർ,
പ്രത്യേകിച്ച് ദളിതർ, ആദിവാസികൾ, തീരദേശവാസികൾ തുടങ്ങിയ ചേരിനിവാസികൾ തുടങ്ങിയ ബഹുഭൂരിപക്ഷം പേർ ഇങ്ങനത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും. എന്ന് പറഞ്ഞാൽ കൃത്യമായ വർഗവിഭജനം നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. ഒന്നുകിൽ കാശുള്ളവൻ എങ്ങനെയെങ്കിലും പഠിച്ചു കയറും, അല്ലെങ്കിൽ മെറിറ്റോക്രറ്റ് കുത്തിരുന്ന് പഠിക്കുന്നവരെ 100 വാങ്ങിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ മുമ്പ് തന്നെ പറയാം. 1200 1100 മറ്റും വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ലഡുവും ജിലേബിയൊക്കെ തിന്നോളൂ, പക്ഷെ അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള യാതൊരു ഉറപ്പുമില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ ലഡു ജിലേബിയൊക്കെ ഇപ്പോൾ കിട്ടുന്നത് ധാരാളമായിട്ട് തിന്നുക എന്നുള്ളതല്ലാതെ മുന്നോട്ട് പോകുന്നുള്ള ഉറപ്പൊന്നും ഇല്ലാത്തൊരവസ്ഥ ആണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് സംഭവം. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ഈ ഇത് ആണ് ഇപ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളത്. ഈ വിദ്യാഭ്യാസം ആർക്ക് വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത്? അടിസ്ഥാനപരമായി ഇന്ത്യയിലുള്ള ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലുള്ള മൂലധന ശക്തി വേണ്ടി, അവർക്ക് വേണ്ടിയാണ് ഈ വിദ്യാഭ്യാസം എന്ന് മാത്രമല്ല, അതുണ്ടാക്കാൻ പോകുന്ന മറ്റൊരു ദുരന്തം നമ്മളെല്ലാവരും കാണുന്നു. ഇങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ദുരന്തം നമ്മൾ കാണുകയും വേണം. ഇന്ത്യക്കാർക്ക് വേണ്ടത് എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസം? ഇതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യക്കാർക്ക് ശാസ്ത്രം വേണം, സാങ്കേതിക വിദ്യകൾ വേണം, മാനേജ്മെന്റ് വേണം, ടെക്നോളജി വേണം. ഇതിനെക്കുറിച്ചൊന്നും ഒരു സംശയമില്ല. പക്ഷെ എങ്ങനെ വേണം എന്നുള്ളതാണ് ചോദ്യം. കോർപ്പറേറ്റുകൾക്ക് ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ള വലിയൊരു ശതമാനം ആൾക്കാർ വിദ്യാഭ്യാസത്തെ അംഗീകരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് അസസ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഒരു കുട്ടി +2 പാസ്സായി കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ആ ലെവലിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പം തന്നെ ഉറപ്പില്ല. ഇപ്പം തന്നെ ധാരാളം പേര് ടജിക്കിസ്ഥാനിലൊക്കെ പോകുന്നുണ്ട്. അത് കൂടാതെ നേരിട്ട് തന്നെ പോകും. ഇപ്പോൾ കാശ് വാങ്ങി മറ്റേ നമ്മുടെ വിദ്യാഭ്യാസ കച്ചവടക്കാർ, ദല്ലാളുകൾ നടത്തുന്ന പരിപാടിയാണ്. അല്ലാതെ നേരിട്ടും പോകാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഒരു രാഷ്ട്രം, ഞാൻ പറയുന്നത് വ്യക്തിയുടെ കാര്യം, വ്യക്തികൾക്ക് ഇപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ചൂസ് ചെയ്യാം. ഉദാഹരണത്തിന് എൻ്റെ കുട്ടി ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ചേർന്നില്ല, അവനെ ഡോക്ടറാക്കിയിട്ട് ഞാൻ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉക്രൈനിലോ ബെലാറസിലോ ടജിക്കിസ്ഥാനിലോ എവിടെ വേണമെങ്കിൽ മെഡിസിൻ പഠിക്കാൻ പോകും, ചൈനയിൽ എവിടെ വേണമെങ്കിൽ പോകും. അത് അവരവരുടെ അത് ഞാനത് ഇല്ലെന്നോ ഉണ്ടെന്നോ അതിനെപ്പറ്റി പറയാൻ ഞാൻ അർഹനല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ ഒരു വ്യക്തിഗതമായ ഇപ്പം അങ്ങനെ എല്ലാം വ്യക്തിനിഷ്ഠമായിട്ടും വൈകാരികമായിട്ടും കാണുന്നതുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് വലിയ കാര്യമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്താ വേണ്ടത്? നമുക്കവിടെ കോവിഡിനെ പ്രതിരോധിക്കുന്ന നാടാണ് കേരളം, ഇന്ത്യക്ക് ഇപ്പോൾ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാർ ഇന്ത്യയിലില്ല. ഇന്ത്യക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാർ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നാട്ടിൻപുറത്ത് പോയിട്ട് കോവിഡ് ചികിത്സിക്കാൻ ആളില്ല, മെഡിക്കൽ ഹെൽത്ത് സയൻസിൽ ആളില്ല, ലാബ് ടെക്നീഷ്യന്മാരില്ല, ഇത്തരത്തിലുള്ള ആളുകളൊന്നുമില്ല. ഇപ്പം തന്നെ നമ്മളുടെ CFLTs നടത്തുന്ന സമയത്ത് നമുക്കറിയാം ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിവിടെ അത്തരത്തിലുള്ള ആളുകൾ സൃഷ്ടിക്കപ്പെടണ്ടേ? കേരളത്തിൽ, ഇന്ത്യയിലുള്ള കാർഷിക രംഗം, ഏറ്റവും വലിയ കൃഷി രംഗം ഇപ്പോഴും കൃഷിയാണ്. കൃഷി എല്ലാം കൂടി വെള്ളം കുടിച്ചിരിക്കുകയാണ്, പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള കൃഷിക്കാർ വേണ്ടേ ഇന്ത്യക്കാർ? ഇന്ത്യയിൽ നല്ല കൈത്തൊഴിൽക്കാർ വേണ്ടേ? ഇന്ത്യയിൽ നല്ല ടെക്നീഷ്യന്മാർ വേണ്ടേ? ഇതിനൊക്കെ പറ്റി ഇന്ത്യ കായിക പരിശീലകർ വേണ്ടേ? കലാകാരന്മാരും കലാകാരികളും വേണ്ടേ? ഇതൊക്കെ വേണ്ട. വാഴെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്നുള്ളതല്ലല്ലോ കലാകാരനും കലാകാരിയൊക്കെ. അതൊക്കെ ഇതിനൊക്കെ ട്രെയിനിങ്ങിനും കുറച്ച് ബുദ്ധിയും കുറച്ച് അർപ്പണബോധവും ഒക്കെ വേണ്ടേ? ചുമ്മാ പോയിട്ട് നിന്നാൽ മാത്രം പോലൊരു കലാകാരിയാവാൻ ഇതൊക്കെ വേണ്ടേ? അതിനൊക്കെ പരിശീലനം കൊടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ ഏത് തരത്തിലുള്ള പരിശീലനം? അത് കച്ചവടാധിഷ്ഠിതമല്ല എന്ന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ സാമൂഹ്യ വികാസം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഇവിടത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജാർഖണ്ഡിലെയോ അല്ലെങ്കിൽ അട്ടപ്പാടിയിലെയോ കുട്ടിക്ക് അവർക്ക് സർവോത്തരമായ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന, ആ വിദ്യാഭ്യാസം പൂർണ്ണരൂപത്തിൽ സമഗ്രമായ രീതിയിൽ നൽകാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മുടെ ലക്ഷ്യം.
ലക്ഷ്യമാക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ അവരെ മുഴുവനും പുറന്തള്ളുന്ന വിദ്യാഭ്യാസമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അവരൊക്കെ പുറത്താക്കേണ്ട ഇതൊരു വരേണ്യവർഗത്തിന്, ഒരു സവർണ വരേണ്യവർഗത്തിനുള്ള വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ഇവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാണേണ്ടുന്ന ആ ഒരു ഡിവൈഡ് നമ്മൾ കാണാതിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് മാത്രമല്ല പറയുന്ന ഹോളിസ്റ്റിക് വിദ്യാഭ്യാസം. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ മനസ്സിലാക്കുന്നത് ഹോളിസ്റ്റിക് എന്ന് പറയുന്ന വാക്ക് നമ്മളും പറയാറുണ്ട്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കുട്ടിയുടെ എല്ലാ മേഖലകളിലുള്ള ബുദ്ധിശക്തിയെയും, പറഞ്ഞു കഴിഞ്ഞാൽ കായികം, കലാപരം, ഗണിതപരം, അല്ലേ, സാമൂഹ്യം, അതുപോലെ തന്നെ ശാസ്ത്രപരം, സാങ്കേതികം, തൊഴിൽ തുടങ്ങിയ സകല മേഖലകളിലുള്ള കഴിവുകളെ സമഗ്രമായി പോഷിപ്പിച്ചെടുക്കുകയും പിന്നീട് കുട്ടികളുടെ അഭിരുചി നിർണയം കൃത്യമായി നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ മുന്നോട്ട് പോകാൻ സമ്മതം ചെയ്യുന്ന വിദ്യാഭ്യാസമാണ് ഹോളിസ്റ്റിക് വിദ്യാഭ്യാസം. അങ്ങനൊരു സാധനം അല്ല ഇവർ പറയും. ഇവരുടെ ഹോളിസ്റ്റിക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാരമ്പര്യത്തിനനുസരിച്ചുള്ള ഹിന്ദു വിദ്യാഭ്യാസത്തിനെയാണ് ഒരു ഹോളിസ്റ്റിക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനുള്ളൊരു ഓമനപ്പേരാണ് ഹോളിസ്റ്റിക് വിദ്യാഭ്യാസം. ഇന്ത്യൻനെസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്ത്യൻനെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. ഇവരുടെ ഉദ്ദേശം ഇന്ത്യൻനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യയെക്കുറിച്ചുള്ള സമഗ്ര സങ്കല്പം ഇതിൻ്റെ അകത്ത് ഒരിടത്തും വരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യൻ സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിക്കൽ സംഗീതമാണ്. ഇവിടുത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഫോക്ക് മ്യൂസിക്, നിരവധി എത്നോളജിക്കൽ മ്യൂസിക്കൽ ട്രഡീഷൻസിനെ കുറിച്ചാണ് ഗവേഷണമൊക്കെ നടത്തുന്നത്. ഇതെല്ലാം ചേരുന്നതല്ലേ ഇന്ത്യൻ സംഗീതം. അങ്ങനെ ഒരു സങ്കല്പം അവർക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഈ സങ്കല്പങ്ങളൊന്നുമില്ല. അതൊരു വിദ്യാഭ്യാസ പദ്ധതി, പാഠ്യപദ്ധതി അവതരിപ്പിക്കുമ്പോൾ അവർക്ക് അതിന് ഇന്ത്യൻ ജനതയുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇന്ത്യൻ ജനതയുടെ ആവശ്യങ്ങൾ അതിൻ്റെ മുമ്പിലില്ല, ഇന്ത്യൻ ജനതയുടെ വളർച്ച അതിൻ്റെ മുമ്പിലില്ല, സമൂഹ വികാസം പോലും അതിൻ്റെ മുമ്പിലില്ല. അങ്ങനെയുള്ളൊരു സാധനം കുറേ ആൾക്കാരുടെ താല്പര്യപ്രകാരം ഏകപക്ഷീയമായി കേന്ദ്രീകൃതമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന ഒരു യാഥാർത്ഥ്യം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഈ പുത്തൻ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. കാരണം നമ്മളുടെ ഇടയിൽ തന്നെ പലരും, ഞാനിപ്പോൾ പറയുന്ന പല പണ്ഡിതരും, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു വിചിത്രമായിട്ടുള്ള വസ്തുത എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പരിശോധന ആരും നടത്താൻ തയ്യാറായിട്ടില്ല. ചില ഭാഗികമായിട്ട് ചില സംഗതികൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ടെന്നല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു വിമർശനാത്മക പരിശോധന എന്ന് പറയുന്നത് ആരും നടത്താൻ തയ്യാറില്ല. ആകെക്കൂടി പറയുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്രീകൃതമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നു. നല്ല കാര്യം, ഇത് ഹിന്ദുത്വവാദപരമാണ്, അത് ശരി തന്നെയാണ്. കേന്ദ്രീകൃതമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നു, ഹിന്ദുത്വവാദപരമാണ് എന്ന് പറയുന്നു. പക്ഷെ ഇന്ത്യൻ ജനതയ്ക്ക് എത്രമാത്രം അവരുടെ വളർച്ച ഇതുകൊണ്ടുണ്ടാവും? ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ നിൽക്കുന്ന ധനികരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം, വർഗപരമായ ഭിന്നത, അതുപോലെ ജാതി, മതം, ലിംഗപദവി, ഇതിലൊക്കെ വരുന്ന വലിയ വലിയ ഭിന്നതകൾ, ഇതിനെ മറികടക്കാൻ എത്രമാത്രം ഈ വിദ്യാഭ്യാസത്തിന് കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, തികച്ചും ഏകപക്ഷീയമായിട്ട് ഇത് ഹൈന്ദവ ശക്തികളുടെയും കോർപ്പറേറ്റ് ശക്തികളുടെയും കൈ കൊണ്ട് കെട്ടുക എന്നുള്ളതിലപ്പുറം വേറൊന്നും ചെയ്യാൻ ഇതിന് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. കാരണം ജനങ്ങളുടെ വളർച്ച, എപ്പോഴും തന്നെ മാസ് എഡ്യൂക്കേഷൻ, ജനകീയ വിദ്യാഭ്യാസ പദ്ധതി, ആ ജനകീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് ലക്ഷ്യമിടുന്നത്. സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം വളർത്തുക, അവരുടെ ഗുണനിലവാരം വളർത്തുക എന്നുള്ളത് മാത്രമല്ല, അവരെ കഴിവുറ്റ പുതിയ മനുഷ്യരാക്കി വാർത്തെടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനം.
അങ്ങനെ ഒരു സാധനം ഈ പുതിയ വിദ്യാഭ്യാസത്തിന് നയത്തിന് ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ എന്തൊക്കെ വാചോടിച്ചാലും അവർ ഇക്വിറ്റി കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ പലതും പറയുന്നുണ്ട്. ഈ വാക്കുകളൊക്കെ എല്ലായിടത്തും, വാക്കുകളൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് അതാ ഈ വാക്കുകളൊക്കെ സപ്ലൈ, അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്. കാരണം വാക്കുകൾ സപ്ലൈ ചെയ്യുന്ന എഴുത്തുകാരൻ്റെ ഒരു കഴിവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതുന്ന ആളുടെ ഒരു കഴിവാണ് എത്രമാത്രം ഫലപ്രദമായ വാക്കുകൾ സപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ കണ്ടന്റ് എന്താണ്, ഉള്ളടക്കം ഇതാണ്. നമ്മുടെ നാട്ടിലുള്ള വർഗപരവും സാമൂഹ്യവും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ലിംഗപരവും ഒക്കെ ആയിട്ടുള്ള ഭിന്നതയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ലാതെ അതിനെ ഏതെങ്കിലും തരത്തിൽ അതിനെ പൊളിച്ച് മറ്റൊരു സമൂഹത്തിലേക്ക് നീക്കുക എന്ന് പറയുന്നത് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യമല്ല. അവിടെ അതാണ് ഞാനിവിടെ ഇത്രയും നേരം പറയാനായിട്ട് ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂട്ടുകാർക്കിടയിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ ഏതാണ്ട് 1-1.25 മണിക്കൂറായിട്ടുണ്ട്. ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചർച്ച ചെയ്തിട്ട് ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതും. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ വന്നോട്ടെ. ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഒരു ബദൽ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ശക്തമായ രൂപം. ചോദ്യം മുഴുവൻ കേട്ടിരുന്ന് മിണ്ടാതെ കുത്തിരിക്കുക എന്നുള്ളതല്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. യെസ്, ഒന്നും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റക്കാര്യം കൂടി, അത് കേരളത്തിന് എങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുക. കേരളത്തിൽ ശക്തമായൊരു പൊതുവിദ്യാഭ്യാസ പാരമ്പര്യം ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിനെ പൊളിക്കാനുള്ള പ്രവണതകളും വളരെ ശക്തമാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അതിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് സ്വയംഭരണ കോളേജുകളുടെ അധികാരത്തെ സംബന്ധിച്ച. സ്വയംഭരണ കോളേജുകളുടെ അധികാരം എന്ന് പറയുന്നത് അതത് കോളേജുകൾ നടത്തുന്ന മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ഭൂരിപക്ഷമുള്ള ഒരു മാനേജ്മെന്റ് ആയിരിക്കും അതിനുണ്ടാവുക. 4/3 ഭാഗമെങ്കിലും ആ മാനേജ്മെന്റ് കമ്മിറ്റിയാണ്, അവരുടെ മാനേജ്മെന്റ് കമ്മിറ്റിക്കാണ് ഉണ്ടാവും. പിന്നെ കുറച്ച് സർക്കാർ പ്രതിനിധിയും സർവകലാശാലയുടെ പ്രതിനിധിയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഈ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അവിടുത്തെ അപ്പോയിൻമെൻറ്റിൻ്റെ അടക്കം അഡ്മിഷൻ്റെ അടക്കം പൊതുമാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും
അവർക്ക് തീരുമാനമെടുക്കാം. കോഴ്സുകളുടെ കാര്യം തീരുമാനമെടുക്കാം, പരീക്ഷ നടത്തിപ്പ് തീരുമാനമെടുക്കാം. പക്ഷെ അതിനൊക്കെ തന്നെ ചില പൊതു മാനദണ്ഡങ്ങൾ പറയും. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ടാവും, അനുസരിച്ച് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സർവകലാശാലയ്ക്ക് ഒരു തരത്തിലുള്ള പ്രത്യേകിച്ച് ഒരു റോളും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്നുവെച്ചാൽ ഇന്നത്തെ സ്വയംഭരണ കോളേജുകളല്ല ഇനി വരാൻ പോകുന്ന സ്വയംഭരണ കോളേജുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിവിടെ അത് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാണ്. അങ്ങനെ വരുമ്പോൾ ഒറ്റക്കാര്യം മാത്രം സൂചിപ്പിക്കില്ല, കേരളത്തിൽ ഇപ്പോൾ നമ്മളൊരു ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും ജനാധിപത്യപരമായൊരു സംസ്കാരമുണ്ട്. അതിൻ്റെ അകത്തൊരു ക്യാമ്പസ് കൾച്ചറിൻ്റെ രൂപങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. ഈ ക്യാമ്പസ് കൾച്ചറിൻ്റെ രൂപങ്ങൾ മാത്രമല്ല, അതുകൂടാതെ വിദ്യാർത്ഥി രാഷ്ട്രീയമുണ്ട്. അതിനെ പല എന്ന് വെച്ചാൽ നമ്മൾക്കൊരു കൾച്ചർ, ഒരു വളരെ വ്യത്യസ്തമായൊരു സംഗതി നമ്മൾ വളർത്തിക്കൊണ്ടുവന്നത്. ഇപ്പം മേൽപ്പറഞ്ഞ രീതിയിലാണ് വിദ്യാഭ്യാസം പോകുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യം, നമ്മുടെ സ്വാശ്രയ കോളേജുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ തുടങ്ങിയവയിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയുടെ രൂപം നമുക്കറിയാം. അത് ക്രമേണ എങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റിക് അല്ലാത്ത മറ്റു രൂപങ്ങളിലേക്ക് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഇത് യഥാർത്ഥത്തിൽ വലിയ വൻ കുതിരശക്തിയോടുകൂടി ഇപ്പറയുന്ന മുഴുവൻ കാര്യങ്ങൾ കൂടി ശക്തിപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇതാണ് ഒരു കാര്യം. ഇപ്പോൾ മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് 3-5 വയസ്സ് വരെയുള്ള ഔപചാരിക മേഖലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അതിന് ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലേ സ്കൂളായിരിക്കും എന്നുള്ളത്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അംഗൻവാടികൾ, ഇപ്പോഴത്തെ പ്രീ സ്കൂൾ, പ്രത്യേകിച്ച് അംഗൻവാടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അംഗൻവാടികൾക്കൊരു ഇപ്പോഴും അവർക്കൊരു പൂർണ്ണമായ കരിക്കുലം ഒന്നുമില്ല. അവരുടെ ഇവിടെ കുട്ടികളെ നിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോൺ കരിക്കുലർ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കരിക്കുലത്തിലേക്ക് കുട്ടി വരികയാണ്. 3 വയസ്സ് തൊട്ട് തന്നെ കുട്ടിയുടെ കരിക്കുലത്തിലേക്ക് വരുന്നു, ഔപചാരിക കരിക്കുലത്തിലേക്ക് വരുന്നു. അപ്പോൾ പ്ലേ സ്കൂൾ എന്ന് പറയുന്നത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് മാറും. നമുക്കറിയാവുന്നൊരു കാര്യം, കരിക്കുലം ഇല്ലാതിരുന്നിട്ട് പോലും നമ്മുടെ 3 വയസ്സ് തൊട്ട് തന്നെ കുട്ടികൾ ഇംഗ്ലീഷും മലയാളവും പഠിപ്പിക്കുന്ന പേരൻസാണ് നമുക്കുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനം, ഇത് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തീരുന്നതോടുകൂടി കുട്ടിയുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിലുള്ള ഒരു മെക്കാനിക്കൽ സ്ട്രീമിലിംഗിൽ, വളരെ യാന്ത്രികമായൊരു രീതിയിലേക്ക്, കളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടി കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്ന പോലൊരു കളി, അത് മെക്കാനിക്കലാണ്. കുട്ടി കളിക്കുന്ന മിക്കവാറും കളികൾ ഇപ്പോൾ വളരെ യാന്ത്രികമാണ്. അങ്ങനെയുള്ളൊരു കളി, അപ്പം ജൈവമായിട്ടുള്ളൊരു കളിയല്ല. അപ്പോൾ ആ തരത്തിലുള്ള കളികളിലേക്ക് മാത്രം കുട്ടി നീങ്ങുകയും അങ്ങനെയുള്ളൊരു യാന്ത്രിക ബോധം രൂപത്തിലേക്ക് മാറുമെന്നുള്ളതാണ് സംശയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുണ്ട്, ICDS വർക്കേഴ്സ് ഉണ്ട്, പ്രീ സ്കൂൾ വർക്കേഴ്സ് ഉണ്ട്. ഇവർ മുഴുവൻ ഔപചാരിക മേഖലയിലേക്ക് മാറ്റേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊന്ന്. ഒന്നുകിൽ അവർ പിരിഞ്ഞുകൊണ്ട് വരും, അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം ആളുകൾ നിയമിക്കും. ഇതെന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ICDS സ്കീം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം ആയതുകൊണ്ട് എൻ്റെ സംശയം ഒരുപക്ഷെ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടതൊരു കാര്യമാണ്. ഈ ICDS എന്ന് പറയുന്ന സാധനം പഴയ പോലെ തന്നെ നിലനിന്നോണം നിർബന്ധമില്ല എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടത്, വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഇപ്പോഴും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതടക്കമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഒരു മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ മാറ്റങ്ങൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പൊതുരൂപത്തെ തകർക്കാനുള്ള സാധ്യതയാണ്. നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നതിനെ തകർക്കാനൊരു സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ഇടയിൽ സാധാരണ മനുഷ്യരുടെ വിജിലൻ്റായിട്ട് ഇതിനെക്കുറിച്ച് ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സംശയം ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം കുട്ടികളുടെ നന്മയാണ്, അവർക്ക് വരുമാനദായകമായ തൊഴിലാണ്, അവർക്ക് അവരുടെ ഔന്നത്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ തൊഴിൽ കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? നമ്മളെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പഠിച്ച് സമയം കളയുന്നത്?
എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇപ്പൊ തന്നെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പക്ഷം. അത് അവർക്ക് കൂടെ ശക്തി കൂടാനാണ് സാധ്യത. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് കേരളത്തിൽ നിർണായകമായ റോൾ ഉണ്ടാവും. എടുക്കണം. അവിടെയാണ് ബാലസംഘത്തിനെ പോലെയുള്ളവരുടെ പ്രവർത്തനം. എങ്ങനെയാണ് നമുക്ക് ഓൾട്ടർനേറ്റീവ് വിദ്യാഭ്യാസ രൂപം, എങ്ങനെയാണ് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ രൂപം എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, എങ്ങനെയാണ് കുട്ടികൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളുടെയും അവരുടെ അവകാശബോധത്തിൻ്റെയും അവരുടെ കൂട്ടായ്മകളുടെയും അവരുടെ സ്നേഹത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയൊരു ഒരു വിദ്യാഭ്യാസ പദ്ധതി എങ്ങനെ വളർത്തിക്കൊണ്ട്. യെസ്, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഒന്നും കൂട്ടിച്ചേർക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കട്ടെ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. വേറെ ചോദ്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ബാലസംഘം പ്രവർത്തകർ നിങ്ങളുടേതായിട്ടുള്ള രീതികളിൽ ഇത് എല്ലായിടത്തും പ്രചരിപ്പിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി ഞാനിത് അവസാനിപ്പിക്കുക.